We thank God for His word that He has been ministering to us. ദൈവം നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ വചനത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. As we heard even last week, കഴിഞ്ഞ ആഴ്ച നാം കേട്ടതുപോലെ there was no king in Israel, and every man did that which was right in his own eyes. ഇസ്രായേലിൽ രാജാവിൽ ഇല്ല എന്ന കാരണത്തിനാൽ ഓരോരുത്തരും തന്റെ ഇഷ്ടപ്രകാരം ജീവിച്ചു. And we heard what it really means to us today in our lives. അത് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് എങ്ങനെ പ്രായോഗികമാണെന്ന് നാം കാണുകയുണ്ടായി. There are perhaps thousands and thousands of different interpretations of God's word. ഇന്ന് ദൈവവചനത്തിന്റെ ആയിരം വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങളുണ്ട്. And everyone is its own authority. ആ വ്യാഖ്യാനങ്ങളെല്ലാം സ്വന്തം അധികാരത്തിൽ ആധാരിതമാണ്. And the absolute governance of the word by the Holy Spirit is not there in all these lives. അവയെല്ലാം ശരിയാണെന്ന് അവർ കരുതുന്നു. അത് മാത്രമല്ല, ദൈവവചനത്തിന്റെ ആ സർവ അധികാരം നമ്മുടെ ജീവിതത്തിൽ നഷ്ടമായിരിക്കും. The word of God does not govern their lives through the Holy Spirit. പരിശുദ്ധാത്മാവിലൂടെ ദൈവവചനം അവരുടെ ജീവിതങ്ങളെ വന്നിട്ട് ഭരിക്കുന്നില്ല. Is governing majority. അനേകരുടെ ജീവിതങ്ങളെ ഭരിക്കുന്നത് അവരുടെ ഉപദേശങ്ങളാണ്. Yes. So we heard very clearly that such a thing can happen to us in our own lives. നമ്മുടെ ജീവിതത്തിലും അത് സംഭവിക്കാമെന്ന് ദൈവം നമ്മോട് So it's not some new thought God gave to us. ദൈവം നമുക്ക് നൽകിയത് ഒരു പുതിയ ചിന്തയൊന്നുമല്ല. God spoke to us a very needed word. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായ ഒരു വചനമാണ് ദൈവം നമ്മളോട് സംസാരിച്ചത്. Correct us in our lives. നമ്മുടെ ജീവിതത്തിൽ നമ്മെ തിരുത്തുവാൻ കഴിവുള്ള ഒരു വചനമാണ്. That we may not just take what we want from what God is speaking to us. ദൈവം സംസാരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കുന്നതിൽ നമ്മെ തിരുത്തുന്ന ഒരു വചനമാണത്. And may God really help us even this morning. ഈ രാവിലെ സമയത്ത് വീണ്ടും നമ്മെ സഹായിക്കുമാറാകട്ടെ. There is a great need for us to hear by the Spirit, understand the burden of the Holy Spirit as we hear. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവത്തെ ശ്രവിക്കേണ്ടതും അതുപോലെ ദൈവശബ്ദം കേൾക്കുമ്പോൾ ദൈവത്തിന്റെ ഭാരത്തെ നാം മനസ്സിലാക്കേണ്ടതും അനിവാര്യമാണ്. The most dangerous thing of the times in which we are living is this. നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള ഏറ്റവും വലിയ ആപത്ത് is this, that we are not hearing by the Spirit. ആത്മാവിനാൽ നാം കേൾക്കാതെ ഇരിക്കുന്ന കാര്യമാണ്. And we are not therefore governed by the word through the Spirit. അതുകൊണ്ട് ദൈവവചനത്താൽ പരിശുദ്ധാത്മാവിനാൽ നാം ഭരിക്കപ്പെടുന്നില്ല. And so we see the word is ineffective in our lives. അതുകൊണ്ട് ദൈവവചനം നമ്മുടെ ജീവിതത്തില് പ്രയോജനരഹിതമാണ്. And we live the way we want to live. The word is not governing us through the Spirit. ദൈവവചനം പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഭരിക്കാത്തതുകൊണ്ട് നമ്മുടെ ഇഷ്ടം പോലെ നാം ജീവിക്കുന്നു. What we read in the book of Judges is so true of our lives and our times. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നാം വായിച്ച വചനം അത് നമ്മുടെ സമയത്തും അതുപോലെ നമ്മുടെ ജീവിതത്തിനും പ്രാധാന്യം അർഹിക്കുന്നതാണ്. We need to know that God is ministering His word, and there will be a people who will hear Him as they ought to hear Him. വസ്തുത അങ്ങനെയാണെങ്കിൽ തന്നെയും ദൈവം തന്റെ വചനം സംസാരിക്കുകയും തീർച്ചയായിട്ടും ദൈവത്തിന്റെ വചനത്തിൽ ചെവി കൊടുക്കുന്നവർ ദൈവത്തിന് ഉണ്ടായിരിക്കുകയും ചെയ്യും. ദൈവത്തിന് എപ്പോഴും ഒരു ശേഷിപ്പ് എല്ലാ നൂറ്റാണ്ടിലും ഉണ്ടായിരുന്നു. പഴയ നിയമകാലത്തും അവരുണ്ടായിരുന്നു, പുതിയ നിയമകാലത്തും അവരുണ്ട്. നോഹയുടെ ജീവിതത്തിന്റെ ആ മാതൃക നാം കണ്ടുവല്ലോ. വചനം വന്നപ്പോൾ എങ്ങനെ താൻ ആ ദൈവവചനത്തെ ഭയപ്പെട്ട് മുൻപോട്ട് പോയി നാം കണ്ടു. ആ വചനം എങ്ങനെ അവനിൽ വിശ്വാസത്തെ ഉൽപ്പാദിപ്പിച്ചു എന്ന് നാം കണ്ടു. ആ വചനം അവനെ അനുസരണത്തിന്റെ സ്ഥാനത്തേക്ക്, വിശ്വാസാനുസരണത്തെ സ്ഥാനത്തേക്ക് അവനെ കൊണ്ടുവന്നു. അവന്റെ കണ്ണിൽ എന്തെന്ന് ശരി തോന്നി അത് അവൻ ചെയ്തില്ല. exactly as the Lord
commanded him to do, which we read in many places in the scriptures. തിരുവെഴുത്തിൽ പല ഇടങ്ങളിലും വായിക്കുന്നത് പോലെ ദൈവം നോഹയോട് കൽപ്പിച്ചതുപോലെ നോഹ കാര്യങ്ങൾ ചെയ്തു. And we heard several things even last week. കഴിഞ്ഞ ആഴ്ച ഇതേക്കുറിച്ച് പല കാര്യങ്ങൾ നാം കേൾക്കുകയുണ്ടായി. How that Noah is a clear picture of a people in these end times. ഈ അന്ത്യകാലത്തുള്ള ഒരു ജനങ്ങളുടെ എത്ര വ്യക്തമായ ഒരു ചിത്രമാണ് നോഹ എന്ന് നാം കാണുകയുണ്ടായി. So it's not that we are looking at the story or the life of Noah as a historical person. നോഹയുടെ ജീവിത ചരിത്രത്തെയോ അല്ലെങ്കിൽ നോഹയുടെ കഥയോ അല്ല നാം കേൾക്കുന്നത്. That we can appreciate what he did. താൻ ചെയ്ത കാര്യങ്ങളെ അഭിനന്ദിക്കുന്നതിനായിട്ടും അല്ല നാം അത് കേൾക്കുന്നത്. The Holy Spirit to show us that just as he was in those times, so are we in these times. നോഹ ആ സമയത്ത് എങ്ങനെയായിരുന്നു അതുപോലെയാണ് നാം ഈ സമയത്ത് ആയിരിക്കുന്നതെന്ന് നമ്മോട് പറയുന്നതായിരുന്നു പരിശുദ്ധാത്മാവിന്റെ ഭാരം. Just as the days of Noah were, so shall the days of the Son of Man coming back be. നോഹയുടെ കാലത്ത് എന്നതുപോലെ മനുഷ്യപുത്രന്റെ വരവിന്റെ സമയത്തും ആകുമെന്നാണ് കർത്താവ് നമ്മോട് വളരെ വ്യക്തമായി സംസാരിച്ചത്. So we need to realize that even as Peter emphasizes that in his letter, ഈ കാര്യത്തിന് ഊന്നൽ നൽകി പത്രോസും തന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. living just before the flood or God's judgment upon this present world. ഈ വർത്തമാന ലോകത്തിൽ നാം ഇപ്പോൾ ജീവിക്കുന്ന ജലപ്രളയത്തിന് അഥവാ ദൈവത്തിന്റെ ന്യായവിധിക്ക് മുമ്പുള്ള സമയത്താണ്. Yes. And it's so very important for us to see that the life of Noah is something prophetic about our lives now and here. നാം ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ള പ്രവചനപരമായ ഒന്നാണ് നോഹയുടെ ജീവിതം. So the Lord began to speak to us several things from his life and the times of Noah. നോഹയുടെ ജീവിതത്തിൽ നിന്നും നോഹയുടെ സമയത്തെ കുറിച്ചും പല കാര്യങ്ങൾ ദൈവം നമ്മോട് സംസാരിക്കുകയുണ്ടായല്ലോ. We saw last week. കഴിഞ്ഞ ആഴ്ച നാം കാണുകയുണ്ടായി. But Noah found grace. നോഹയ്ക്ക് ദൈവത്തിന് മുൻപാകെ കൃപ ലഭിച്ചു. അവനൊരു നീതിമാനായി കാണപ്പെട്ടു. He believed what God said. ദൈവം പറഞ്ഞ കാര്യത്തെ അവൻ വിശ്വസിച്ചു. That faith in what God said was counted to him as righteousness. ദൈവം പറഞ്ഞ കാര്യത്തെ വിശ്വസിച്ചതും അനുസരിച്ചതുമായിരുന്നു അവന് നീതിയായി കണക്കിട്ടത്. He moved in that faith. ആ വിശ്വാസത്തിൽ അവൻ മുൻപോട്ട് പോയി. ആ വിശ്വാസത്തിൽ അവൻ ജീവിച്ചു. Yes. Now let's just move on today to see a few other things, which is something that would really open our eyes to see even our lives in these present times. ഈ വർത്തമാന സമയത്ത് നമ്മുടെ ജീവിതങ്ങളെ കാണുന്നതിനായി നമ്മുടെ കണ്ണുകളെ തുറക്കുന്ന ചില കാര്യങ്ങളെ നമുക്ക് കാണുന്നതിനായിട്ട് നമുക്ക് മുൻപോട്ട് പോകാം. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 6-ാം അധ്യായം 19-22 വരെയുള്ള വാക്യങ്ങൾ. Chapter 6 verse 19 to 22. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 19-22 വരെയുള്ള വാക്യങ്ങൾ. And of every living thing of all flesh, 2 of every sort shalt thou bring into the ark, to keep them alive with thee. They shall be male and female. Please. സകല ജീവികളിൽ നിന്നും സർവ്വജഡത്തിൽ നിന്നും തന്നെ ഈ രണ്ടിനെ നിന്നോടുകൂടെ ജീവരക്ഷയ്ക്കായിട്ട് പെട്ടകത്തിൽ കയറ്റണം. Yes. Of fowls after their kind, and of cattle after their kind, of every creeping thing of the earth after his kind, 2 of every sort shall come unto thee, to keep them alive. അവ ആണും പെണ്ണുമായിരിക്കണം. അതത് തരം പക്ഷികളിൽ നിന്നും അതത് തരം മൃഗങ്ങളിൽ നിന്നും ഭൂമിയിലെ അതത് തരം ഇഴജാതികളിൽ നിന്നൊക്കെയും ഈ രണ്ട് ജീവരക്ഷയ്ക്കായിട്ട് നിന്റെ അടുക്കൽ വരണം. Unto thee of all food that is eaten, and thou shalt gather it to thee, and it shall be for food for thee and for them. നീയോ സകല ഭക്ഷണ സാധനങ്ങളിൽ നിന്നും വേണ്ടുന്നതെടുത്ത് സംഗ്രഹിച്ചു കൊള്ളണം. അത് നിനക്കും അവയ്ക്കും ആഹാരമായിരിക്കണം.
And it says in verse 22, thus did Noah, according to all that God commanded him, so did he. ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു, അങ്ങനെ തന്നെ അവൻ ചെയ്തു. And in these words, there are certain things which are very, very important. ഈ വേദഭാഗത്ത് ചില പ്രാധാന്യമറിയിക്കുന്ന കാര്യങ്ങളുണ്ട്. It says here, it says here in verse 20, it says, two of every sort shall come unto thee. അതതരം പക്ഷികളിലും അതതരം മൃഗങ്ങളിലും ഭൂമിയിലെ അതതരം ഇഴജാതികൾ നോക്കി ഈ രണ്ട് ജീവരക്ഷയായിട്ട് നിന്റെ അടുക്കൽ വരണം, നിന്റെ അടുക്കൽ വരണം. So we see here something very, very important. ഇവിടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു കാര്യത്തെ നാം കാണുന്നു. God wanted the humans to be preserved. ദൈവം വന്നിട്ട് മനുഷ്യനെ മറ്റും മാത്രം പരിരക്ഷിക്കുവാൻ ആഗ്രഹിച്ചില്ല നാശത്തിൽ നിന്ന്. എന്നാൽ ദൈവത്തിന്റെ ആഗ്രഹം, he also wanted every kind of creature he created that they also would be preserved. ദൈവം സൃഷ്ടിച്ച സൃഷ്ടികളും പരിരക്ഷിക്കപ്പെടണമെന്നതായിരുന്നു ദൈവത്തിന്റെ ആഗ്രഹം. Yes, that they may not be drowned in the flood waters. അവ ജലപ്രളയത്തിൽ മുങ്ങി നശിക്കരുതെന്ന് ദൈവത്തിന്റെ ആഗ്രഹമായിരുന്നു. Look at the great task given to him. നോഹയ്ക്ക് ദൈവം നൽകിയ വലിയ ദൗത്യത്തെ കാണുക. All the animals and creeping things. എല്ലാ ഇഴജാതികളും ജീവജന്തുക്കളും. And the beautiful thing here is that God would cause these creatures to come to Noah. ഇവിടെ നാം കാണുന്ന മനോഹരമായ കാര്യം, ഈ ഇഴജന്തുക്കളും ജീവജന്തുക്കളും എല്ലാം നോഹയുടെ അടുത്തേക്ക് വന്നു എന്നതാണ്. Shall come unto thee. അവയെല്ലാം നിന്റെ അടുക്കൽ വരണം. It's a great task. അതൊരു വലിയ ദൗത്യമാണ്. But here God caused these creatures, these animals to come to Noah. ഈ മൃഗങ്ങളും ഇഴജന്തുക്കളും എല്ലാം നോഹയുടെ അടുത്ത് വരുവാൻ ദൈവം ഇടയാക്കി. Yes, as we saw in verse 20. 20-ാം വാക്യത്തിൽ നാം കാണുന്നത് പോലെ, chapter 7, 7-ാം അധ്യായം verse 8. അതിന്റെ 8-ാം വാക്യം. And of these, of clean beasts and of beasts that are not clean, and of fowls and of everything that creepeth upon the earth. ശുദ്ധിയുള്ള മൃഗങ്ങളിൽ നിന്നും ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്നും പറവകളിൽ നിന്നും ഭൂമിയിലുള്ള ഇഴജാതിയിൽ നിന്നൊക്കെയും ദൈവം നോഹയുടെ കൽപ്പപ്രകാരം ഈ രണ്ടാണും പെണ്ണുമായി നോഹയുടെ അടുക്കൽ വന്ന് പെട്ടകത്തിൽ കടന്നു. നോഹയുടെ അടുത്താവ് വന്നു. Into the ark. അതിനുശേഷം നോഹയാണ് പെട്ടകത്തിലേക്ക് കടക്കുവാൻ അവരെ ഇടയാക്കിയത്. Yes, we see here the Lord governing everything here. എല്ലാറ്റിനെയും ദൈവം ഇവിടെ ഭരിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. Yes. So we see the Lord bringing these creatures, these animals unto Noah. ഈ മൃഗങ്ങളെയും ഇഴജന്തുക്കളെ എല്ലാം നോഹയുടെ അടുത്ത് കൊണ്ടുവന്നത് ദൈവമാണ്. And we read in chapter 6 and verse 19. 6-ന്റെ 19-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, of the all flesh, two of every sort shall thou bring into the ark. സകല ജീവികളിൽ നിന്ന് സർവ്വജഡത്തിൽ തന്നെ ഈ രണ്ടിനെ നിന്നോടുകൂടെ ജീവരക്ഷയ്ക്കായിട്ട് പെട്ടകത്തിൽ കയറ്റണം. God bringing them to Noah and Noah bringing them into the ark. ദൈവം അവയെ നോഹയുടെ അടുത്ത് കൊണ്ടുവന്നു, നോഹ അവയെ പെട്ടകത്തിലേക്ക് കൊണ്ടുവന്നു. Whether they are clean or unclean. അശുദ്ധമായതായാലും ശുദ്ധമായതായാലും. So we see it very clearly in God's word. നാം ദൈവവചനത്തിൽ വളരെ വ്യക്തമായി കാണുന്നത്, God was governing everything here. എല്ലാറ്റിനെയും ഭരിച്ചവൻ ദൈവമായിരുന്നു. And Noah was here obedient to whatever God commanded him to do. അവനോട് ചെയ്യുവാൻ ദൈവം എന്തെല്ലാം കൽപ്പിച്ചു അതിലൊക്കെയും നോഹ ദൈവത്തോട് അനുസരണമുള്ളവനായിരുന്നു. Did not argue with God or question God, Lord, how will these animals come to me? എങ്ങനെ ഈ മൃഗങ്ങളൊക്കെ എന്റെ അടുക്കൽ വരുമെന്നും നോഹ ദൈവത്തോട് തർക്കിച്ചില്ല. How will these animals obey?
എങ്ങനെ How ഈ will they come to me? മൃഗങ്ങളൊക്കെ എന്നെ അനുസരിച്ച് എന്റെ അടുക്കൽ വരുമെന്നൊന്നും അവൻ കർത്താവിനോട് ചോദിച്ചില്ല. ദൈവമാണ് എല്ലാ കാര്യങ്ങളെയും ഭരിച്ചത്. Animals were brought to Noah, and Noah was to bring them into the ark. എല്ലാ മൃഗജാതികളെയും ദൈവമാണ് അവന്റെ അടുക്കൽ കൊണ്ടുവന്നത്. അവയെല്ലാം പെട്ടകത്തിൽ കയറ്റിയത് നോഹയാണ്. And here there are things for us to learn in our own lives. നമ്മുടെ ജീവിതത്തിൽ ഇവിടെ പഠിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. When we give ourselves to God, കർത്താവിന് നമ്മെ തന്നെ നാം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ God takes care of the impossible. നമ്മുടെ ജീവിതത്തിൽ അസാധ്യമായ ദൈവം നമ്മോട് പറയുന്ന കാര്യങ്ങളെല്ലാം ദൈവം കൈകാര്യം ചെയ്തുകൊള്ളും. God is able to do that which seemed to be impossible and hard and difficult. അസാധ്യമെന്നും പ്രയാസമെന്നും തോന്നുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. That is our God. അതാണ് നമ്മുടെ വലിയവനായ ദൈവം. Wherein Pharaoh told them to make bricks without giving any raw material. നമ്മുടെ ദൈവം ഫറവോനെ പോലെ അല്ല. ഫറവോൻ ഇഷ്ടിക ഉണ്ടാക്കുവാൻ പറഞ്ഞു, പക്ഷെ അതിനാവശ്യമായ പദാർത്ഥങ്ങൾ അവൻ നൽകിയില്ല. ആ പദാർത്ഥങ്ങളൊക്കെ അവർ കണ്ടുപിടിച്ച് ഇഷ്ടിക ഉണ്ടാക്കേണ്ടതുണ്ടായിരുന്നു. God is always there to do his part. ദൈവം എപ്പോഴും തന്റെ ഭാഗം നിർവഹിക്കുന്നതിനായിട്ട് അവിടെ ഉണ്ട്. ദൈവം നമ്മോട് പറയുന്ന കാര്യങ്ങൾ നാം അനുസരിക്കുമ്പോൾ ദൈവം തന്റെ ഭാഗം നിർവഹിക്കുവാൻ താൻ എപ്പോഴും അവിടെ ഉണ്ട്. നോഹയും അവന്റെ കുടുംബവും ദൈവത്തിന്റെ വിശ്വസ്തതയെ കുറിച്ച് അവർ മനസ്സിലാക്കിയത് മാത്രമല്ല, എന്നാൽ ദൈവത്തിന്റെ സർവാധികാരം പ്രാവർത്തികമാകുന്നതേയും അവർ കണ്ടു മനസ്സിലാക്കി. But we fail to see the sovereignty of God even in situations in our lives. നമ്മുടെ ജീവിതത്തിൽ സാഹചര്യങ്ങൾ വരുമ്പോൾ പലപ്പോഴും ദൈവത്തിന്റെ വിശ്വസ്തത നാം കാണാറുണ്ട്, എന്നാൽ ദൈവത്തിന്റെ സർവാധികാരത്തെ കാണുവാൻ നാം പരാജയപ്പെടുന്നു. Now, we need to realize that when God is at work, ദൈവം പ്രവർത്തിക്കുമ്പോൾ ഒരു കാര്യം നാം മനസ്സിലാക്കണം, എല്ലാ കാര്യങ്ങളും അതിന്റെ യഥാസ്ഥാനത്താക്കുവാൻ ദൈവത്തിന് കഴിയും. വീണ്ടും ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമുക്ക് തിരിക്കാം. അതിനു മുമ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 2-ാം അധ്യായത്തിൽ 19-ാം വാക്യം, And out of the ground the Lord God formed every beast of the field and every fowl of the air and brought them unto Adam. യഹോവയായ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ സകല പറവുകളെയും നിലത്ത് നിന്ന് നിർമ്മിച്ചിട്ട് മനുഷ്യനെ വയ്ക്കുന്ന പേരും വന്ന് കാണുവാൻ അവന്റെ മുമ്പിൽ വരുത്തി. ദൈവം അവയെ ആദാമിന്റെ മുമ്പിൽ കൊണ്ടുവന്നു. നോഹയുടെ അടുക്കൽ മൃഗങ്ങളെ കൊണ്ടുവന്നത് പോലെ തന്നെ ദൈവം അതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. Yes, brought them unto Adam. ആദാമിന്റെ അടുക്കൽ ദൈവം അവയെ കൊണ്ടുവന്നു. He would call them. അവൻ എന്തവയ്ക്ക് പേരിടുമെന്ന് കാണുന്നതിനായിട്ട്. And whatsoever Adam called every living creature, that was the name thereof. അവൻ ആ ജീവജാലങ്ങൾക്കെല്ലാം എന്ത് പേരിട്ടുവോ അത് അവയ്ക്ക് പേരായി. So we see here God brought these creatures, these animals to Adam. ആദാമിന്റെ അടുക്കൽ ഈ മൃഗജാലങ്ങളെ ദൈവം കൊണ്ടുവന്നു. I do not know if Noah knew these things. ഈ കാര്യങ്ങൾ നോഹയ്ക്ക് അറിയാമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. Perturbed by the situation. സാഹചര്യങ്ങളാൽ ഒരിക്കലും Lord, who is going to bring all these animals in? അവൻ ഒരിക്കലും വിചാരമുള്ളവനായി മാറിയില്ല. ഈ മൃഗങ്ങളെയൊക്കെ എന്റെ അടുക്കൽ കൊണ്ടുവരുന്നതാണ്, ഞാൻ ആ മൃഗങ്ങളുടെ അടുത്ത് പോയാൽ അവ ഓടിപ്പോകും എന്നൊന്നും നോഹ ചിന്തിച്ചില്ല. ഞാൻ മൃഗങ്ങളുടെ അടുത്ത് ചെന്നാൽ അവനെ ആക്രമിക്കുന്നു താൻ ചിന്തിച്ചില്ല. ഇതെങ്ങനെ സംഭവിക്കുന്നു താൻ ചിന്തിച്ചില്ല. ഞാൻ അവിടെ ആയിരുന്നെങ്കിൽ ഞാൻ ഈ ചോദ്യങ്ങളൊക്കെയും ചോദിച്ചേനെ. നിങ്ങൾ അവിടെ ആയിരുന്നെങ്കിൽ നിങ്ങളും ആ ചോദ്യങ്ങളൊക്കെ ചോദിച്ചേനെ. എന്നാൽ ദൈവത്തോടെ നോഹ ഒരു ചോദ്യവും ചോദിച്ചില്ല. Not only God's faithfulness, we need to see God's sovereignty in even our circumstances. ഇവിടെ നാം കാണുന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വിശ്വസ്തയെ മനസ്സിലാക്കുന്നതല്ല, ദൈവത്തിന്റെ സർവാധികാരത്തെ നാം കാണേണ്ടതുണ്ട്. We are in bewilderment.
പലപ്പോഴും നമ്മുടെ And ജീവിതത്തിൽ we നാം are വിസ്മയത്തിലാകാറുണ്ട്. lost in situations സാഹചര്യങ്ങളിൽ നാം because we are not able to see the sovereign hand, the hand of God could work. Sovereign. നാം വിസ്മയത്തിലാകാറുണ്ട്. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ സർവാധികാരമുള്ള കരങ്ങൾ പ്രവർത്തിക്കുന്നത് നാം So we see മനസ്സിലാക്കുന്നില്ല. this very clearly in God's word. ദൈവജനത്തെ നമുക്ക് വളരെ വ്യക്തമായി കാണുവാൻ And I കഴിയും. want to tell you one thing. ഒരു കാര്യം നിങ്ങളോട് This is പറയുവാൻ something that will ആഗ്രഹിക്കുന്നു. happen in the future. ഭാവിയിൽ ഇത് Let me സംഭവിക്കാൻ ഞാൻ take you നിങ്ങളോട് to പറയട്ടെ. Isaiah യെശയ്യാ and പ്രവചനം chapter 11. അതിന്റെ 11-ാം If you അധ്യായം. want to believe, believe with me. If you don't want to believe, don't believe. എന്റെ കൂടെ നിങ്ങൾ ഇത് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കാം, അല്ലെങ്കിൽ അവിശ്വസിക്കാം. Yes. യെശയ്യാ പ്രവചനം 11-ാം അധ്യായം. The book of Isaiah, chapter 11. യെശയ്യാ പ്രവചനം 11-ാം അധ്യായം. Yes. You know, the early verses, the beginning, we read about the kingdom of God, ഇവിടെ അതിന്റെ ആരംഭത്തിൽ ദൈവരാജ്യത്തെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. the branch out of the root of Jesse. നലിശായുടെ കുറ്റിയിൽ നിന്നൊരു മുള പൊട്ടി പുറപ്പെടും. And then we read തുടർന്ന് നാം വായിക്കുന്നത് verse 6 onwards to save time. അതിന്റെ 6-ാം വാക്യത്തിൽ നമുക്ക് വായിക്കാം. You know, about that kingdom. ആ രാജ്യത്തെ കുറിച്ചാണ് ഇവിടെ You know, the wolf പ്രതിപാദിക്കുന്നത്. also shall dwell with the lamb, ചെന്നായി കുഞ്ഞാടിനോട് കൂടെ പാർക്കും. and the leopard shall lie down with the kid, പുള്ളിപ്പുലി കോലാട്ടുകുട്ടിയോട് കൂടെ കിടക്കും. and the calf and the young lion and the fatling together. പശുക്കിടാവും ബാലസിംഹവും തടുപ്പിച്ച മൃഗവും And a ഒരുമിച്ച് little പാർക്കും. child shall lead them. ഒരു ചെറിയ കുട്ടി അവയെ നടത്തും. Can you imagine this? ഇത് നിങ്ങൾക്ക് ഒന്ന് സങ്കല്പിച്ച് നോക്കാൻ കഴിയുമോ? ഇത് ഭാവിയെ കുറിച്ച് It's talking പറഞ്ഞിട്ടുള്ള about the കാര്യമാണ്. kingdom of God. ഇത് ദൈവത്തിന്റെ രാജ്യത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന Now, this is കാര്യങ്ങളാണ്. something whether you believe or not, I don't know. നിങ്ങളിത് വിശ്വസിക്കുമോ This is ഇല്ലെന്ന് what the എനിക്കറിയില്ല. scripture says. എന്നാൽ ഇതാണ് തിരുവെഴുത്ത് And the cow and the പ്രതിപാദിക്കുന്നത്. bear shall feed. പശു The young കരടിയോടുകൂടെ മേയും. one shall lie down together. അവയുടെ കുട്ടികൾ ഒരുമിച്ച് And the കിടക്കും. lion shall eat straw like the ox. സിംഹ കാള എന്ന പോലെ വൈക്കോൽ തിന്നും. And the suckling child shall play on the hole of the asp. മുല കുടിക്കുന്ന ശിശു സർപ്പത്തിന്റെ പൊതിങ്കൽ കളിക്കും. Huh? Is there in your Bible? Do you believe such things will happen in the kingdom? അങ്ങനെയുള്ള കാര്യം ദൈവരാജ്യത്തിൽ സംഭവിക്കാൻ നിങ്ങൾ And വിശ്വസിക്കുന്നുണ്ടോ? says, and the weaned child shall put his hand on the cockatrice. മുലകുടി മാറിയ പൈതൽ അണലിയുടെ പൊത്തിൽ കൈയിടും. They shall not hurt nor destroy in all my holy mountain. സമുദ്രം വെള്ളം കൊണ്ട് For നിറഞ്ഞിരിക്കുന്ന the പോലെ earth shall be full of the knowledge of the Lord as the waters cover the sea. ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമായിരിക്കാൽ എന്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷമോ We have നാശമോ ആരും been very ചെയ്യുകയില്ല. enthusiastically singing the song, isn't it? ഈ The പാട്ട് glory of the വളരെ Lord shall fill the whole earth. But remember, this is on the other side happening. വളരെ ശുഷ്കാന്തിയോടാണ് നാം പാടിയത്. എങ്കിൽ തന്നെയും മറുഭാഗത്ത് ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. All right, so this is something that, there are things happen in the days of Adam and the days of Noah. Now the scripture says prophetically this is going to happen in the future. All right. ആദാമിന്റെ നാളുകൾ സംഭവിച്ച കാര്യങ്ങളുണ്ട്, നോഹയുടെ കാര്യങ്ങൾ സംഭവിച്ച കാര്യങ്ങളുണ്ട്. എന്നാൽ ഭാവിയിൽ ഈ കാര്യം സംഭവിക്കുമെന്ന് ദൈവവചനം വളരെ വ്യക്തമായി പ്രവചിക്കുന്നു. ദൈവത്തിന്റെ രാജ്യത്തിൽ അത് സംഭവിക്കും. യെശയ്യാ പ്രവചനത്തിന്റെ 65-ാം അധ്യായം. Isaiah chapter 65, യെശയ്യാ 65-ാം അധ്യായം verse 25. അതിന്റെ 25-ാം വാക്യം. Yeah. Verse 17 says like this. 17-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: For behold, I create new heavens and new earth, and the former shall not remembered nor come into mind.
ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്ന മുമ്പിലെത്തവ ആരും ഓർക്കുകയില്ല. But be glad and rejoice forever in that which I create. For behold, I create New Jerusalem, a rejoicing, and her people a joy. ഞാൻ സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ സന്തോഷം ഘോഷിച്ചുല്ലസിപ്പിൻ. ഇതാ ഞാൻ യെരൂശലേമിനെ ഉല്ലാസപ്രദമായും അതിലെ ജനത്തെ ആനന്ദപ്രദമായും സൃഷ്ടിക്കുന്നു. Now Peter says about new heavens and the new earth. Amen. പത്രോസ് പുതിയ ആകാശത്തെയും ഭൂമിയെയും കുറിച്ച് പറയുന്നുണ്ടല്ലോ. 25-ാം വാക്യം. Yes. The wolf and the lamb shall feed together. ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് And മേയും. the lion shall eat straw like the bullock. സിംഹം കാള And എന്ന the പോലെ bear shall വൈക്കോൽ be the തിന്നും. serpent's meat. സർപ്പത്തിന് പൊടി They shall not ആഹാരമായിരിക്കും. hurt nor destroy in all my holy mountains, say the Lord. എന്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷമോ നാശമോ ചെയ്യുകയില്ലെന്ന് യഹോവ അരുളിച്ചു. So, so we see God's sovereign power at work. ഇവിടെ ദൈവത്തിന്റെ സർവ്വ അധികാരം And പ്രാവർത്തികമാകുന്നത് നാം so we കാണുന്നു. see Noah fully obeyed the Lord. നോഹ പൂർണ്ണമായും He ദൈവത്തെ didn't അനുസരിച്ചു. debate with God as to how it's going to happen. ദൈവത്തോട് താൻ വാദപ്രതിവാദമൊന്നും When the ചെയ്തില്ല. right time came, the Lord caused these animals to come to Noah, and Noah led them in to the ark. തക്ക സമയം നമ്പുന്നപ്പോൾ ഈ മൃഗജാലങ്ങളൊക്കെയും നോഹയുടെ അടുത്ത് വന്ന് നോഹ അവയെല്ലാം പെട്ടകത്തിൽ So in His പ്രവേശിക്കുമാറാക്കി. sovereign power, ദൈവത്തിന്റെ സർവ്വ God അധികാരത്തിൽ brought these animals to Noah ഈ മൃഗങ്ങളെയെല്ലാം ദൈവം And his നോഹയുടെ sons. അടുത്ത് കൊണ്ടുവന്നു. and controlled them. അവകളെല്ലാം ദൈവം നിയന്ത്രിച്ചു. So they did His bidding. Whatever God had told these animals in His sovereign power, they obeyed. ദൈവം തന്റെ സർവ്വ അധികാരത്തിൽ ഈ മൃഗജാലങ്ങളോട് എന്ത് കൽപ്പിച്ചു അതനുസരിച്ചു. Yeah. Now, look at this contrast. വിരോധാഭാസത്തെ കാണുക, ശ്രദ്ധയോടെ കേൾക്കുക. Here was God calling these animals to come. ഇവിടെ ഈ മൃഗജാലങ്ങളുടെ ദൈവം വിളിച്ചപ്പോൾ And കൽപ്പിച്ചപ്പോൾ അവ they വന്നു. heard the voice of God. ദൈവശബ്ദം അവ കേട്ടു. And they came to Noah. അവ നോഹയുടെ അടുത്ത് വന്നു. But എന്നാൽ this magnificent demonstration of God's power ഈ വലിയ ദൈവത്തിന്റെ did ശക്തി not touch the hearts of പ്രദർശിക്കപ്പെട്ടപ്പോൾ people. ഇത് വന്നിട്ട് മനുഷ്യ ഹൃദയത്തെ ബാധിച്ചതേയില്ല. This did not touch the hearts of people. ഇത് മനുഷ്യ ഹൃദയങ്ങളെ സ്പർശിച്ചതേയില്ല. Nay. The magnificent demonstration of God's power didn't touch the hearts of men. ദൈവത്തിന്റെ വലിയ ശക്തി ഈ കാര്യങ്ങൾ പ്രവർത്തിച്ചപ്പോൾ അത് മനുഷ്യന്റെ ഹൃദയത്തെ സ്പർശിച്ചതേയില്ല. The sovereign, magnificent demonstration of the power of God did not make any dent on the people, but the animals heard and obeyed God. ദൈവത്തിന്റെ സർവശക്തമായ ദൈവത്തിന്റെ മഹത്തായ ശക്തി വെളിപ്പെട്ടപ്പോൾ മൃഗങ്ങൾ ദൈവശബ്ദത്തെ അനുസരിച്ചു. എന്നാൽ അത് മനുഷ്യന്റെ ഹൃദയത്തിൽ ഒന്നും ചെയ്തില്ല. No neighbors of Noah. നോഹയുടെ അയൽക്കാർ ആരും, No one who, the people who were living around. ചുറ്റിലും പാർത്തവരൊക്കെ None of them, could hear the voice of God. അവർക്കാർക്കും ദൈവശബ്ദം കേൾക്കുവാനും അതിനെ അനുസരിക്കുവാനും But the കഴിഞ്ഞില്ല. birds, എന്നാൽ പറവകൾ, animals, മൃഗജാലങ്ങൾ, living things, ഇഴജന്തുക്കൾ they knew their Creator's voice. അവ തന്റെ സൃഷ്ടികർത്താവിന്റെ ശബ്ദത്തെ അറിഞ്ഞു. Can you imagine that? അത് നിങ്ങൾക്കൊന്ന് They could സങ്കല്പിക്കുവാൻ hear കഴിയുമോ? the Creator's voice and obey Him. സൃഷ്ടിതാവായ ദൈവത്തിന്റെ ശബ്ദത്തെ കേൾക്കുവാനും അനുസരിക്കാനും അവയ്ക്ക് But the കഴിഞ്ഞു. people who are made in the image of God, എന്നാൽ ദൈവത്തിന്റെ സദൃശത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, they did not hear His call. അവർ കർത്താവിന്റെ വിളി കേട്ടില്ല. How terrible that is. അതെത്ര ഭയങ്കരമായ ഒരു കാര്യമാണ്. Centuries later, അനേക നൂറ്റാണ്ടുകൾക്ക് പിറകു, or after the days of Noah,
നോഹയുടെ നാളുകൾക്ക് അനേക നൂറ്റാണ്ടുകൾക്ക് പിറക്, many centuries after that. അനേക നൂറ്റാണ്ടുകൾക്ക് പിറക് This is what Isaiah the prophet wrote. യെശയ്യാ പ്രവാചകൻ പ്രവചനപരമായിട്ട് എഴുതിയതാണ്. Isaiah chapter 1. യെശയ്യാ പ്രവചനം 1-ാം അധ്യായത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു, 3-ാം വാക്യം. The ox knoweth his owner, and the കാള ass തന്റെ knoweth ഉടയവനെയും his crib. കഴുത തന്റെ യജമാനന്റെ But പുൽത്തൊട്ടിയെയും അറിയുന്നു. Israel doth not know, my people doth not consider. ഇസ്രായേലോ അറിയുന്നില്ല, എന്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല. Yes. I'd like to read from another translation. വേറൊരു ഒരു പരിഭാഷയിൽ നിന്ന് വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. And how terrible it is. ഇതെത്ര ഭയങ്കരമായ ഒരു കാര്യമാണ്. You know, this translation says, even a dumb ox instinctively knows its owner. സംസാരിക്കുവാൻ കഴിയാത്ത ഒരു കാള കൂടെ തന്റെ യജമാനന്റെ ശബ്ദത്തെ അറിയുന്നു. Ox. कहाँ जा रहे भाई? The dumb ox instinctively knows its owner. സംസാരിക്കുവാൻ കഴിയാത്ത കാള യജമാനന്റെ ശബ്ദം അറിയുന്നു. Yes. And the stubborn mule, knows the hand that feeds it. കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടിയെ അറിയുന്നു. But Israel does not know me. എന്നാൽ ഇസ്രായേലോ എന്നെ അറിയുന്നില്ല, Nor do my people understand. എന്റെ ജനം മനസ്സിലാക്കുന്നുമില്ല, Nor do my people understand. എന്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല. You know, so centuries after the days of Noah, the prophet Isaiah wrote this. നോഹയുടെ നാളുകൾക്ക് അനേക നൂറ്റാണ്ടുകൾക്ക് പിറകാണ് യെശയ്യാ പ്രവാചകൻ ഇത് എഴുതുന്നത്. Ox knows his master. കാളയ്ക്ക് യജമാനനെ അറിയാം, Owner's manger. കഴുതയ്ക്ക് തന്റെ പുൽത്തൊട്ടിയെ അറിയാം. But Israel does not know, my people do not understand. ഇസ്രായേലോ അറിയുന്നില്ല, എന്റെ ജനങ്ങൾ ഗ്രഹിക്കുന്നുമില്ല. Yes. What a terrible state that is. അതെത്ര ഭയങ്കരമായ ഒരു അവസ്ഥയാണ്. അതാണ് നാം ഇവിടെ കാണുന്നത്. That the Lord brought these animals and Noah took them into the ark. ദൈവം ഈ മൃഗജാലങ്ങളെയൊക്കെയും നോഹയുടെ അടുത്ത് കൊണ്ടുവന്നു, നോഹ അവയെ പെട്ടകത്തിൽ കടക്കുമാറാക്കി. So we can see here, how ഇവിടെ നാം കാണുവാൻ കഴിയുന്നത് of God in the days of Noah. നോഹയുടെ നാളുകളിലുള്ള ദൈവജനങ്ങളുടെ We can അവസ്ഥയാണ്. see the magnificent demonstration of God's sovereign power. ദൈവത്തിന്റെ ശക്തിയുടെ വലിയൊരു പ്രദർശനമാണ് അവിടെ നടന്നത്. The hearts of men. എന്നാൽ അത് മനുഷ്യന്റെ ഹൃദയങ്ങളെ They were so സ്പർശിച്ചില്ല. hardened in their hearts. അത് മനുഷ്യന്റെ ഹൃദയത്തെ തൊട്ടില്ല. അവരവരുടെ യുക്തിക്കും അവരുടെ ബുദ്ധിക്കും അനുസരിച്ചാണ് പോയത്. ദൈവത്തിന്റെ സദൃശത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവശബ്ദത്തെ കേൾക്കുന്നത് നിരസിച്ചു. ഈ മൃഗജാലങ്ങളോ അവർ ദൈവശബ്ദത്തെ ചെവി ചായ്ച്ചു കേട്ടു, ദൈവത്തെ അനുസരിച്ചു. ഈ വാക്യങ്ങളെ പറയുമ്പോൾ പ്രവാചകൻ പറഞ്ഞത് എത്ര വാസ്തവമായിരുന്നു. ഇന്നും അങ്ങനെ തന്നെയല്ലേ? He doesn't want to hear God at all. ദൈവം തന്റെ സദൃശത്തിനും സ്വരൂപത്തിനും സൃഷ്ടിച്ച മനുഷ്യൻ ദൈവശബ്ദം കേൾക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. അവൻ അവന്റെ മത്സര ബുദ്ധിയിൽ ദൈവത്തിന് വിരോധമായി പോവുകയാണ്. As the word of God says, ദൈവവചനം പറയുന്നത് പോലെ
ഒരു മനുഷ്യന് നല്ലതെന്ന് തോന്നുന്ന ഒരു വഴിയുണ്ട്. There's a way that seemeth right unto man. ഒരു മനുഷ്യന് നല്ലതെന്ന് തോന്നുന്ന ഒരു വഴിയുണ്ട്. Yeah. Acha lagta hai usko. Yeah. At the end is distraction. എന്നാൽ അതിന്റെ അവസാനമോ മരണമാകും. Days of Noah. നോഹയുടെ There were കാലത്ത് many opportunities for some of them to really come to the Lord. കർത്താവിന്റെ അടുക്കൽ വരുവാൻ അവിടെ പലർക്കും They went on hard. പല സന്ദർഭങ്ങളും അവർ തുടർന്ന് ഞങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കി. And did അവർ not മറ്റുള്ളവരെ really നോക്കി. consider this minority living unto God in one corner. ഒരു മൂലയിലെ ദൈവത്തിനായിട്ട് വിശ്വസ്തമായി ജീവിക്കുന്ന ഈ Even if some hearts thought ന്യൂനപക്ഷത്തെ that maybe അവർ these people are കണ്ടില്ല. right, they were overcome by the majority feelings. അവർക്ക് ഈ ന്യൂനപക്ഷം ശരിയാണെന്ന് തോന്നിയെങ്കിൽ തന്നെയോ അവർ ഭൂരിപക്ഷത്തിനാൽ ആണ് Now, during all സ്വാധീനിക്കപ്പെട്ടത്. these times, ഇതിന്റെ എല്ലാ മധ്യത്തിൽ ആ സമയത്ത് things happening, when these things were happening, ഈ കാര്യങ്ങളെല്ലാം സംഭവിച്ചുകൊണ്ടിരുന്നപ്പോൾ Noah was fully given to serve the Lord. നോഹ ദൈവത്തെ സേവിക്കുന്നതിനെ തന്നെ പൂർണ്ണമായി Bearing ഏൽപ്പിച്ചു his കൊടുത്തു. witness to the sinful world around him. തന്റെ ചുറ്റിലുള്ള ലോകത്തിന് ദൈവത്തിന്റെ സാക്ഷ്യത്തെ അവൻ വഹിച്ചു. Yes. During these important activities, ഈ വളരെ പ്രാധാന്യമർഹിക്കുന്ന എല്ലാറ്റിന്റെയും മധ്യത്തിൽ നോഹ ദൈവത്തെ സ്നേഹിക്കുന്ന തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. ദൈവത്തോട് മത്സരിക്കുന്ന പാപമംഗലമായ ഒരു ലോകത്തോട് ഒരു സാക്ഷി ആയി അവൻ തുടർന്നു. ലോകം തെറ്റാണെന്ന് അവൻ വിളിച്ചു പറഞ്ഞു തന്റെ ജീവിതത്തിലൂടെ. അതാണ് എബ്രായ ലേഖനം 11-7 വാക്യത്തിൽ നാം വായിക്കുന്നത്. And by the word that he declared, shown that the world was wrong, though they were unwilling to accept. നോഹ തന്റെ ജീവിതത്താലും തന്റെ വാക്കുകളാലും ഈ ലോകം തെറ്റാണെന്ന് അതിനെ വിധിച്ചു. So as we read in Genesis chapter 6 again, വീണ്ടും നമ്മൾ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ 3, and the Lord said, my spirit shall not always strive with man, for that he also is flesh, yet his days shall be 120 years. മനുഷ്യനിൽ എന്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല, അവൻ ജഡം തന്നെയല്ലോ, എങ്കിലും അവന്റെ കാലം 120 സംവത്സരമാകുമെന്ന് അരുളിച്ചെയ്തു. 120 വർഷക്കാലം God was long suffering. ദൈവം ഒരു വലിയ ക്ഷമയോടെ കാത്തിരുന്നു. Yes. ദൈവം ദീർഘക്ഷമയോടെ ഇരുന്നു. Careless, rebellious, self-centered people. അശ്രദ്ധയുള്ള, മത്സരബുദ്ധിയുള്ള, അതുപോലെ സ്വയകേന്ദ്രിതരായ ഒരു ജനത്തിനായിട്ട് താൻ ദീർഘക്ഷമയോടെ കാത്തിരുന്നു. താൻ ദീർഘക്ഷമയുള്ള ദൈവമായിരുന്നു. 120 നീണ്ട വർഷങ്ങൾ. അശ്രദ്ധയുള്ള, മത്സരവും സ്വയകേന്ദ്രിതവും ആയ ഒരു ജനത്തിനായിട്ട് ദീർഘക്ഷമയോടെ താൻ കാത്തിരുന്നു. അവർ ദൈവത്തിന്റെ സന്ദേശത്തെ നിരസിച്ചു. ദൈവത്തിന്റെ സന്ദേശത്തെ നിരസിക്കുന്നതിലും അതേപോലെ ആ സന്ദേശത്തെ കേൾക്കുന്നതിൽ നിന്നും അവർ തങ്ങളുടെ ചെവിയെ അടച്ചതിലും തങ്ങളുടെ ജീവിതത്തിൽ രക്ഷയുടെ സാധ്യതകളെ അവർ നഷ്ടമാക്കി. രക്ഷയുടെ സാധ്യതകളെ, രക്ഷയ്ക്കുള്ള അവസരങ്ങളെ, ദൈവവചനത്തെ നിരസിച്ചുകൊണ്ട് അവർ നഷ്ടമാക്കി. എന്നാൽ നോഹയുടെ ജീവിതത്തിൽ നാം കാണുമ്പോൾ
ദൈവത്തിനായി കാത്തിരുന്ന ഒരു സുരക്ഷിതനായ മനുഷ്യനായിരുന്നു That's നോഹ. important. Saints of God, അത് we വളരെ are living പ്രാധാന്യം in അർഹിക്കുന്നതാണ്. similar times. അങ്ങനെയുള്ള ഒരു Lord Jesus സമയത്താണ് നാം said, and ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. also Peter said in his word. കർത്താവായ യേശു There ക്രിസ്തു will be മുതൽ those who പത്രോസും will തന്റെ arise and ലേഖനത്തിൽ say, ഇങ്ങനെ പറഞ്ഞു, where is the coming of the Lord? ഈ അന്ത്യകാലത്തിൽ കർത്താവിന്റെ വരവ് എവിടെയാകുന്നുവെന്ന് ചോദിക്കുന്നവരുണ്ടാകും. Yeah. Where is the coming of the Lord? It just കർത്താവിന്റെ going on. വരവിന്റെ പ്രത്യാശ എവിടെയെന്ന് ചോദിക്കുന്നവരുണ്ടാകും. ഇങ്ങനെ തന്നെ എല്ലാ കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. And laugh at അങ്ങനെയുള്ള what പലരും God has എഴുന്നേറ്റ് വരും. spoken in his word. ദൈവം തന്റെ വചനത്തിൽ സംസാരിച്ച കാര്യങ്ങളെ പരിഹസിക്കുന്നവർ പലർ എഴുന്നേറ്റ് വരും. In the midst of that, എന്നാൽ how അതിന്റെ important മധ്യത്തിൽ it is for us to be a secure people who will wait on God alone. ദൈവത്തിനായി മാത്രം കാത്തിരിക്കുന്ന സുരക്ഷിതരായ സ്ഥിരമാനസരായ ഒരു ജനമായി നാം ഇരിക്കേണ്ടത് എത്ര how അനിവാര്യമാണ്. important it is. And as we heard, അത് എത്ര unless we അനിവാര്യമാണ്. fear God, we will not be able to wait. നാം ദൈവശബ്ദം കേൾക്കുന്നത് നമുക്ക് കാത്തിരിക്കുക സാധ്യമല്ല. When we hear God, that word brings us to a place of security within us. ദൈവവചനത്തെ നാം കേൾക്കുമ്പോൾ ആ ദൈവവചനമാണ് നമ്മെ സുരക്ഷിതമായ ഒരു അവസ്ഥയിലേക്കും ഒരു സ്ഥിര മാനസതയിലേക്കും നമ്മെ കൊണ്ടുവരുന്നത്. അപ്പോൾ നാം ദൈവത്തിനു വേണ്ടി കാത്തിരിക്കുവാൻ God തയ്യാറാകും. has spoken and he will perform. ദൈവമാണ് സംസാരിച്ചത്. So ദൈവം പറഞ്ഞ കാര്യത്തെ ദൈവം heart നിർവഹിക്കും. to wait for God. ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുവാനുള്ള ഒരു ഹൃദയം നമ്മൾ So we see in ഉണ്ടായിരിക്കും. Noah that ability to wait. കാത്തിരിക്കുവാനുള്ള ആ A കഴിവ് secure man, നോഹയ്ക്കുണ്ടായിരുന്നു. therefore, ആകയാൽ സ്ഥിരമാനസനായ സുരക്ഷിതനായ ഒരു മനുഷ്യനായിരുന്നു അവൻ ദൈവത്തിനു വേണ്ടി കാത്തിരിക്കുവാൻ മനസ്സുള്ളവനായിരുന്നു. you know, in നമ്മുടെ our ജീവിതങ്ങളെ നാം വിചിന്തനം ചെയ്യുമ്പോൾ, and much more നമ്മുടെ സാഹചര്യങ്ങളെ നാം വിചിന്തനം ചെയ്യുമ്പോൾ, ഈ how much അന്ത്യനാളുകളിൽ we need to hear God, and that hearing will എത്രത്തോളം നാം generate ദൈവത്തെ faith കേൾക്കേണ്ടതുണ്ട്. and will ആ- have that secure feeling within us. ആ ദൈവശബ്ദം കേൾക്കുന്നത് നമ്മുടെ ഉള്ളിൽ വിശ്വാസത്തെ കൊണ്ടുവരികയും ആ സ്ഥിര മനസ്സിനെ നമ്മൾ കൊണ്ടുവരികയും ചെയ്യണം. Wait on God. ആകയാൽ കർത്താവിന് വേണ്ടി You know, കാത്തിരിക്കുവാൻ read in നമുക്ക് the book of കഴിയും. Psalms, a scripture, സങ്കീർത്തനത്തിൽ ഒരു വാക്യം ഇങ്ങനെ നാം വായിക്കുന്നു. 32. സങ്കീർത്തനം 32. Psalm 32. സങ്കീർത്തനം 32. Verse 8 and 9. അതിന്റെ 8-ാം വാക്യം, 8-9 വാക്യങ്ങൾ. And the word came to David, it says, I will instruct thee and teach thee in the way which thou shalt go. I will guide thee with mine eyes. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ട വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. Yes. You know, so look at this scripture here. I will instruct thee ഇവിടെയുള്ള വചനത്തെ ശ്രദ്ധിക്കുക. and teach thee in the way which thou shalt go. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കുന്നതിന്റെ വഴി I നിനക്ക് will കാണിച്ചു തരും. guide thee with mine eye. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് Then ആലോചന see പറഞ്ഞു what തരും. the Lord is saying. തുടർന്ന് ദൈവം എന്താണ് പറയുന്നത് Be നോക്കൂ. not as the horse. നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയെയും पढ़िए. Be not like the horse, നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയെയും which have no ഓവർ കഴുതയിലും understanding, പോലെയാകരുത്. whose mouth must be held with bit and bridle. അവയുടെ ചമയങ്ങളായ കടിഞ്ഞാണും മുഖപ്പട്ടയും കൊണ്ട് അവയെ അടക്കി വരുന്നു, അല്ലെങ്കിൽ അവ നിനക്ക് സ്വാധീനമാകയില്ല. Bit and bridle, and lest they come near unto thee. അല്ലെങ്കിൽ അവ നിനക്ക് സ്വാധീനമാകയില്ല. Now we read here very clearly the Lord saying,
Be in ഇവിടെ കർത്താവ് body പറയുന്ന like കാര്യത്തെ the വളരെ horse, വ്യക്തം നാം വായിക്കുന്നു. or as the horse. കുതിരയെ പോലെ നിങ്ങൾ ആകരുത്, അല്ലെങ്കിൽ ഒരു കുതിരയെ പോലെ ആകരുത്. I will അതിനു മുമ്പ് കർത്താവ് instruct പറയുന്നു, thee, I will teach thee in the way which thou shalt go. ഞാൻ നിന്നെ I ഉപദേശിച്ച് will നടക്കേണ്ടുന്ന guide വഴി thee നിനക്ക് with കാണിച്ചു mine തരും. eye. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് Yes, ആലോചന then he പറഞ്ഞു തരും. says, do not be like the അതിനുശേഷം horse, താൻ പറയുന്നു, or നീ like കുതിരയെ the പോലെ mule. ആകരുതെന്ന് താൻ പറയുന്നു. Yes, അല്ലെങ്കിൽ കോവർ കഴുതയെ പോലെ ആകരുതെന്ന് പറയുന്നു. I will instruct thee. And when ഞാൻ you look into the നിനക്ക് life ആലോചന of പറഞ്ഞു തരും. yes, നോഹയുടെ ജീവിതത്തെ നമുക്ക് കാണുമ്പോൾ he obeyed the counsels. കർത്താവിന്റെ You know, why ആലോചനകളെ the താൻ Lord അനുസരിച്ചു. said to David in a psalm like this, സങ്കീർത്തനക്കാരനായ ദാവീദിനോട് ദൈവം എന്തുകൊണ്ടാണ് ഇങ്ങനെ or like the സംസാരിച്ചത്? mule. നീ കുതിരയെ പോലെ ആകരുത്, You know, കോവർ കഴുതയെ പോലെ ആകരുത്. Something with horse is കുതിരയുടെ ഒരു സ്വഭാവത്തെ നാം നോക്കുമ്പോൾ sometimes wants to rush. അത് മുന്നോട്ട് ധൃതി വെച്ച് ഓടുവാൻ താല്പര്യപ്പെടുന്നതാണ്. So it would ആ need a കുതിര problem. ധൃതി വെച്ച് ഓടുവാൻ താല്പര്യപ്പെടും. Yes. അതിനാൽ അതിന് ക്ഷമയും കടിഞ്ഞാണും ആവശ്യമാണ്. So the horse wants to rush ahead impetuously or without thinking. ക്ഷമയില്ലാതെ മുൻപോട്ട് ഓടുവാൻ, അല്ലെങ്കിൽ ചിന്തിക്കാതെ മുന്നോട്ട് ഓടുവാൻ ഒരുമ്പെടുന്ന ഒരു Without ജീവിയാണ് thinking, കുതിര. without, you know, without being conscious of what's lying ahead. ചിന്തിക്കാതെ, ക്ഷമയില്ലാതെ മുമ്പിലുണ്ടെന്ന് ചിന്തിക്കാതെ ഓടുന്ന ഒരു പ്രകൃതിയാണ് കുതിരയ്ക്കുള്ളത്. the horses. So the അതാണ് Lord കുതിരയുടെ says സ്വഭാവം. to David, I will അതുകൊണ്ട് കർത്താവ് പറയുന്നു, I will show thee. I will ഞാൻ guide നിനക്ക് thee. ആലോചന പറഞ്ഞു തരും, ഞാൻ So നിനക്ക് don't be കാര്യങ്ങൾ like a കാണിച്ചു തരും. horse. എന്നാൽ നീ കുതിരയെ പോലെ ആകരുത്. Impetuously rushing into something. ചിന്തിക്കാതെ And നീ then he says, ഒന്നിനും ഓടരുത്, "Do not മുൻപോട്ട് be like ഓടരുത്. the mule." നീ കോവർ കഴുതയെ പോലെയും ആകരുത്. Mule ഈ wants കോവർ to കഴുതയുടെ സ്വഭാവം drag എന്താണ്? its feet. അതെപ്പോഴും കാല് പിന്നോട്ട് വലിക്കുന്ന ഒരു ജീവിയാണ്. Yes. Dragging the feet and അത് കാലിനെ stubbornly പിന്നോട്ട് stay വലിക്കും. back. അത് മുന്നോട്ട് പോകാൻ മടി കാണിക്കും. അടി കൊടുത്താലും മുൻപോട്ട് പോകത്തില്ല, മടിച്ചു നിൽക്കും. No, this is what, how ഞാൻ മുൻപോട്ട് beautifully പോകത്തില്ലെന്ന് God is പറഞ്ഞിട്ട് narrating the heart of men. മടിച്ചു നിൽക്കുന്ന ജീവിയാണ് കോവർ കഴുത. എങ്ങനെയാണ് ഈ കാര്യങ്ങളെ I will കർത്താവ് instruct thee, I will പ്രതിപാദിക്കുന്നത് show you. നോക്കുക. So don't be like a ഞാൻ horse. നിനക്ക് ആലോചന പറഞ്ഞു Oh, തരും, God said, I am going. ഞാൻ നിന്നെ വഴി നടത്തും. I will do. Impetuous in doing things, in saying things. ചെയ്യുന്ന കാര്യങ്ങളിലും സംസാരിക്കുന്ന കാര്യങ്ങളിലും കുതിരയെ പോലെ ധൃതി വെച്ച് ചെയ്യുന്ന കാര്യങ്ങളാകരുത്. കോവർ കഴുതയെ പോലെ കാല് പിന്നോട്ട് Stay വയ്ക്കരുത്. where they are. Even when the നിൽക്കുന്നിടത്ത് Lord തന്നെ says, മടിച്ചു നിൽക്കുന്നവരാകരുത്. "Go." No. I will ഇതാണ് not വഴി, go. മുൻപോട്ട് പോകുന്നു പറഞ്ഞാൽ പോകാതെ മടിച്ചു നിൽക്കുന്ന കോവർ കഴുതയെ പോലെ ആകരുത്. Have you seen the horses and the mules? അങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ടോ? In ഈ us? കുതിരകളെയും കോവർ കഴുതകളെയൊക്കെ നമ്മുടെ മധ്യത്തിൽ കണ്ടിട്ടുണ്ടോ? Identify. അതെ, മനസ്സിലാക്കാൻ കഴിയുന്നവർ ഭാഗ്യവാന്മാർ. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. He എന്നാൽ was നോഹയെ in നാം the കാണുമ്പോൾ horse and he was in the mule. താൻ ഒരു കുതിരയായിരുന്നില്ല, താൻ ഒരു He കോവർ was കഴുതയുമായിരുന്നില്ല. staying on with God. Saints, now that's the ദൈവസന്നിധിയിൽ quality God is താൻ looking കാത്തിരുന്നു. for in these end times. ഈ അന്ത്യനാളുകളിൽ അങ്ങനെയുള്ള ഒരു സവിശേഷത, ഒരു ഗുണത്തെയാണ് നമ്മിൽ ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തോട് കൂടെ നടക്കുന്ന I ജനത്തിൽ will instruct thee and teach ഞാൻ thee in നിങ്ങൾക്ക് the ആലോചന way പറഞ്ഞു which തരും. thou shalt go. നിങ്ങൾ നടക്കേണ്ട വഴി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. എന്റെ കണ്ണുകളാൽ ഞാൻ നിങ്ങളെ വഴി നടത്തും. God. May God ദൃഷ്ടി help us വെച്ച് to ഞാൻ see നിന്നെ നടത്തും. the wonderful example ദൈവം in നമ്മെ Noah സഹായിക്കുമാറാകട്ടെ. and his family here. നോഹയിലും കുടുംബത്തിലും ഒരു വളരെ മനോഹരമായ ഉദാഹരണത്തെയാണ് നാം കാണുന്നത്. With God. ദൈവത്തോടൊപ്പം He worked നോഹ with God and സഞ്ചരിച്ചു. for God. ദൈവത്തോടൊപ്പം നോഹ നടന്നു. And he had one quality I'm able to see in him, and I'm being really ministered and stirred through this life. He let God arrange the schedule. നോഹയുടെ ജീവിതത്തിൽ കാണുന്ന ഒരു സവിശേഷമായ ഗുണം ഇതാണ്. തന്റെ ജീവിതത്തിലുള്ള കാര്യങ്ങളെയൊക്കെ
ആ കാര്യങ്ങളെയൊക്കെ പദ്ധതി ഇടുവാൻ ദൈവത്തെ അനുവദിച്ചു. ഞാൻ എന്ത് ചെയ്യും, ഞാൻ അങ്ങോട്ട് പോകുന്നു താൻ പറഞ്ഞില്ല. This is something, ഇത് ദൈവത്തിന്റെ it's a huge പ്രവർത്തനമാണ്. thing. I can never do it in my own. It is beyond my capacity. ഇത് If God has willed it, ഇതൊരു വലിയ He is going ദൗത്യമാണ്. to schedule the whole thing. ഇതെന്നെ കൊണ്ട് ചെയ്യുക സാധ്യമല്ല. ദൈവമാണ് ഈ കാര്യങ്ങളെ ഉദ്ദേശിച്ചെങ്കിൽ ദൈവം ഈ കാര്യങ്ങൾ ഓരോന്നിലും തന്നെ വഴി നടത്തും, പദ്ധതിയിട്ട് നടത്തുമെന്ന് താൻ മനസ്സിലാക്കി. As we heard, he is a secure man നാം കേട്ടതുപോലെ fixed on God. You know, കർത്താവിൽ സുരക്ഷിതനായ and I സ്ഥിരമാനസനായ want ഒരു to tell മനുഷ്യനായിരുന്നു you, we are താൻ. living in a time. Fear is നാം gripping ജീവിച്ചുകൊണ്ടിരിക്കുന്ന everybody. സമയത്ത് എല്ലാവരുടെ ഹൃദയത്തെയും ഭയമാണ് കടന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നത്. Fear is gripping everywhere, everyone. എല്ലാവരുടെ ഹൃദയത്തെയും ഭയം നിറയ്ക്കുന്ന ഒരു സമയമാണ്. All kinds of fears. സകലവിധമായ And there are those ഭയങ്ങളും. who inject fears into you also. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഭയം കൊണ്ടുവരുന്നവരുമുണ്ട്. You know them. അവരുടെ പേര് പറയാൻ ഞാൻ We are ആഗ്രഹിക്കുന്നില്ല. living in such times. അങ്ങനെയുള്ള ഒരു സമയത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. The enemy is using everywhere. ശത്രു ഉപയോഗിക്കുന്ന ഒരു ആയുധം ഭയമാണ്. Now, yesterday we were supposed to come at 11 o'clock flight. ഇന്നലെ ഞങ്ങള് 11 മണിക്കുള്ള ഫ്ലൈറ്റിലായിരുന്നു പറയേണ്ടത്. അത് താമസിച്ചു, അരമണിക്കൂർ ലേറ്റ് ആയി, പിന്നെ അരമണിക്കൂർ ലേറ്റ് ആയി, And then I began പിന്നെ to അരമണിക്കൂർ find out whether താമസിച്ചു. this flight is coming or not. So I ഈ went out ഫ്ലൈറ്റ് to see വരുന്നുണ്ടോ whether ഇല്ലയോ എന്ന് that's ഞാൻ the flight where, and I saw that അന്വേഷിക്കുവാൻ flight തുടങ്ങി. is coming, which is supposed to go back. Then I saw the aircraft was changed. ഞാൻ നെറ്റിൽ ചെക്ക് ചെയ്തപ്പോൾ വരേണ്ട ഫ്ലൈറ്റ് വന്നിട്ട് അതാണ് തിരിച്ചു പോകുന്നത് കാണുവാൻ കഴിഞ്ഞു. And then finally, ഏത് the question was, ഫ്ലൈറ്റ് ആണ് വരുന്നതെന്നുള്ള is this aircraft that will വിശദാംശങ്ങൾ really take ഞാൻ us back കണ്ടു. to Delhi? എന്നിട്ട് അവസാനം ചിന്തിച്ചത് ഈ ഫ്ലൈറ്റ് ഞങ്ങളെ ഡൽഹിയിൽ കൊണ്ടെത്തിക്കുമോ, അങ്ങനെയുള്ള ഭയങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരും. And in some measure that fear was true. Finally, when ആ we got ഭയം into ഒരു the aircraft, വാസ്തവം it was an തന്നെയായിരുന്നു. old one. From where they brought it, I don't know. അവസാനം ഞങ്ങള് ഫ്ലൈറ്റിൽ കയറിയപ്പോൾ അതൊരു വളരെ പഴയ വിമാനമായിരുന്നു. Lord, please let it take off and land. കർത്താവേ, ഇത് ഇവിടുന്ന് പൊങ്ങി ഡൽഹിയിൽ എത്തണമെന്നായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അങ്ങയുടെ മക്കളാണ് ഞങ്ങൾ, ഞങ്ങളെ സുരക്ഷിതമായി കൊണ്ടെത്തിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. I tell you, we know God അത് is with us. പറന്നുയർന്നപ്പോൾ ഉണ്ടായ ശബ്ദമൊക്കെ കേട്ടപ്പോൾ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞു, ദൈവം ഞങ്ങളോട് കൂടെ ഉണ്ടെന്ന്. മറ്റുള്ളവരുടെ ഹൃദയത്തിലും വലിയ ഭയം ഉണ്ടായിരുന്നു. Just to share with you, just as we landed here, I was ഞങ്ങൾ talking ഡൽഹിയിൽ to എത്തിയപ്പോൾ the supervisor. അവിടെ ഉണ്ടായിരുന്ന സൂപ്പർവൈസറിനോട് ഞാൻ സംസാരിച്ചു. I said, sir, what happened? അദ്ദേഹത്തോട് ഞാൻ സംസാരിക്കുകയായിരുന്നു. He said, അദ്ദേഹത്തോട് "Morning, സംസാരിച്ച this flight സമയത്ത് was supposed to leave Delhi around 8 o'clock or something. രാവിലെ ഈ വിമാനം ഡൽഹിയിൽ നിന്ന് വരേണ്ടതായിരുന്നു. 6 or 7 o'clock. It's supposed to come to 6 മണിക്ക് 7 മണിക്കോ അത് അവിടുന്ന് പുറപ്പെടേണ്ടതായിരുന്നു. Bangalore. It shuttles like that, but he said the അത് ഡൽഹിയിൽ നിന്ന് വന്നിട്ട് ബാംഗ്ലൂരിൽ വന്ന് തിരിച്ചു പോകേണ്ട ഫ്ലൈറ്റ് ആയിരുന്നു. It had a technical snag. എന്നാല് വലിയ കൊണ്ടുവരേണ്ട വിമാനത്തിന് ഒരു സാങ്കേതിക തകരാറുണ്ടായിരുന്നു. But then ആ സാങ്കേതിക തകരാറ് ശരിയാക്കുവാൻ അവർ ശ്രമിച്ചു, എന്നാൽ അത് അവർക്ക് ചെയ്തു തീർക്കുവാൻ കഴിഞ്ഞില്ല. when this was അതുകൊണ്ടാണ് ഈ it പഴയ had a വിമാനത്തെ technical കൊണ്ടത്. snag. ഈ പഴയ വിമാനത്തെ കൊണ്ടപ്പോൾ അതിനും സാങ്കേതിക തകരാറുണ്ടായിരുന്നു. He said this is not a good aircraft. He himself was saying that. ഇതൊരു നല്ല വിമാനമല്ലെന്ന് ആ സൂപ്പർവൈസർ തന്നെ പറഞ്ഞു. But it did the job. ഇത് നല്ലതല്ലെന്ന് പുള്ളിക്കാരൻ തന്നെ പറഞ്ഞു. എന്നാലും അത് ജോലി ചെയ്തു, അത് ഇവിടെ കൊണ്ടെത്തിച്ചു. We are living in a time so much of uncertainty and fears. അനേക അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞ ഭയം നിറഞ്ഞ ഒരു സമയത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. State of things around us. വെളിയിൽ പോയാൽ തിരിച്ചു വരുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുള്ള ഒരു സമയത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ ഉദ്ദേശം നമ്മളെ സുരക്ഷിതമായി കാക്കും എന്നതാണ് നമുക്കുള്ള ഉറപ്പ്. നമ്മൾ സുരക്ഷിതരാണെങ്കിൽ അത് കർത്താവിന്റെ ഉദ്ദേശത്തിന് വേണ്ടിയാണ്. അതാണ് നമ്മളിലുള്ള സുരക്ഷിതത്വമായ മനോഭാവം. നമ്മൾ ജീവിക്കുന്നത് ദൈവത്തിന്റെ ഉദ്ദേശത്തിനായിട്ടാണ്.
secure feeling we ought to have in these end times. അങ്ങനെയുള്ള ഒരു സുരക്ഷിത ചിന്തയാണ് നമുക്ക് And so we ഉണ്ടായിരിക്കേണ്ടത്. see that kind of feeling kept Noah in his times. അങ്ങനെയുള്ള ഒരു മനോഭാവമാണ് നോഹയെ തന്റെ സമയത്ത് കാത്തു സൂക്ഷിച്ചത്. We really ഈ need to അന്ത്യകാലത്ത് have that secure feeling we are here for God's purpose. ഇവിടെ നാം ആയിരിക്കുന്നത് ദൈവത്തിന്റെ ഉദ്ദേശത്തിന് വേണ്ടിയാണെന്നുള്ള ഒരു സുരക്ഷിത ചിന്ത നമ്മൾ ഉണ്ടായിരിക്കണം. ഒരു സുരക്ഷിത മനോഭാവം നമ്മൾ ഉണ്ടായിരിക്കണം. മറ്റൊന്നിനുമായല്ല നാം പരിരക്ഷിക്കപ്പെടുന്നത്. I pray on Saturdays that എനിക്ക് എപ്പോഴും ഉള്ള ഒരു ബോധം ഇതാണ്. ഞാൻ ഓരോ ശനിയാഴ്ച ഇത് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. God has preserved മുമ്പ് ഞാനിത് not പങ്കുവച്ചിട്ടുണ്ട്. just a husband, not to ദൈവം എന്നെ ജീവനോടെ ശേഷിപ്പിച്ചിട്ടുള്ള നല്ല ഒരു ഭർത്താവായിരിക്കും, നല്ലൊരു നല്ല പിതാവായിരിക്കുന്നതിനല്ല, ഒരു നല്ല വല്യപ്പച്ചനായിരിക്കുന്നതിനല്ല, അല്ലെന്ന് വരില്ല എന്റെ മാതാപിതാക്കൾ ഒരു നല്ല മകനായിരിക്കുന്നതിനല്ല, so many നല്ല grandfathers no more. മകനും നല്ല പിതാക്കന്മാരും നല്ല വല്യപ്പച്ചന്മാരും ഒക്കെ മരിച്ചുപോയി. അതിനൊന്നുമല്ല ദൈവം എന്നെ ജീവനോടെ ശേഷിപ്പിച്ചിരിക്കുന്നത്. God ഇത് വളരെ നാളുകൾക്ക് മുമ്പ് ഞാൻ കാണുകയുണ്ടായി. for his own purpose. ദൈവത്തിന്റെ ഉദ്ദേശത്തിന് വേണ്ടിയാണ് ദൈവം എന്നെ ജീവനോടെ സൂക്ഷിക്കുന്നത്. അതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ട സുരക്ഷിത ചിന്ത, മനോഭാവം. ഞാൻ ജീവിക്കുന്നത് ദൈവത്തിന് വേണ്ടി, ദൈവത്തിന്റെ ഉദ്ദേശത്തിന് വേണ്ടിയുമാണ്. Through our lives, എന്റെ ജീവിതത്തിലൂടെ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്, ദൈവത്തിന് ഒരു ആവശ്യമുണ്ട്. it's George Whitefield who said, every man is immortal until God's work is done. ജോർജ് വൈറ്റ്ഫീൽഡ് എന്ന ദൈവമനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, ഓരോ മനുഷ്യനും അമർത്യനാണ് ദൈവത്തിന്റെ പ്രവൃത്തി അവന്റെ ജീവിതത്തിൽ ചെയ്തു തീരുന്നത് വരെ. Till God's work is done. ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്ത് തീരുവോളം ഒരു മനുഷ്യൻ അമർത്യനാണ്. We can lay hold. This is written in my study. I always look at that. And we see, എന്റെ വചനം പഠിക്കുന്ന സ്ഥാനത്ത് ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതാണ് എന്നെ കാത്ത് സൂക്ഷിക്കുന്നത്. God has his purpose. ദൈവത്തിന്റെ ഉദ്ദേശം എന്റെ ജീവിതത്തിൽ ഉണ്ടെന്ന് നാം മനസ്സിലാക്കി കഴിയുമ്പോൾ അത് നമുക്കുള്ള ഒരു സുരക്ഷിതത്വ ബോധത്തെ കൊണ്ടുവരും. Driven by this, and we must be governed by this in these end times. നമ്മുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ നാം നിയന്ത്രിക്കപ്പെടണം, നാം ഭരിക്കപ്പെടണം. നാം ഭയത്തെ അഭിമുഖീകരിക്കും. നമ്മുടെ ജീവിതത്തിൽ ആൻസൈറ്റിയെ നമ്മൾ അഭിമുഖീകരിക്കും. God has a purpose. ദൈവത്തിന്റെ ഉദ്ദേശം എന്റെ ജീവിതത്തിൽ ഉണ്ടെന്ന് പറഞ്ഞ് നാം നമ്മെ തന്നെ സ്വാതന്ത്ര്യപ്പെടുത്തണം. ദൈവത്തിന്റെ ഉദ്ദേശത്തിന് സുരക്ഷിതനാണെന്ന് നമ്മെ തന്നെ സ്വാതന്ത്ര്യപ്പെടുത്തണം. ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നതിനുള്ള ഉറപ്പ് നമുക്കുണ്ടാകും. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന് വേണ്ടി നാം കാത്തിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ദൈവശബ്ദം കേട്ടതുകൊണ്ട് ആ സുരക്ഷിതത്വ ബോധം നമ്മൾ ഉണ്ടായിരിക്കണം. നാം വീണ്ടും ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 1-ാം വാക്യത്തിൽ നിന്ന് വായിക്കുമ്പോൾ ആ വാക്യങ്ങളെ നാം വായിക്കാൻ പോകുന്നില്ല. ആ മഴ തുടങ്ങിയ ശേഷം 11-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, 2-ാം മാസം 7-ാം തീയതി മഴ തുടങ്ങിയെന്ന്. God instructed them to come into the ark. പെട്ടകത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം നോഹയോട് കൽപ്പിച്ചു. After the rain started, മഴ തുടങ്ങിയപ്പോൾ പെട്ടകത്തിൽ കടന്നു വരുവാൻ ദൈവം കൽപ്പിച്ചു. പെട്ടകത്തിൽ കടന്നു വരുവാൻ നോഹയുടെ കുടുംബത്തോട് കൽപ്പിച്ചു. So before the flood waters began to rise up, ആ ജലപ്രളയത്തിന്റെ ജലം ഉയരുവാൻ തുടങ്ങിയപ്പോൾ doing a great work.
ദൈവം ഒരു വലിയ പ്രവൃത്തി എന്നതാണ് നാം They കാണുന്നത്. finished bringing in all the animals. എല്ലാ മൃഗജാലങ്ങളെയും ഉള്ളിൽ കൊണ്ടുവന്നു. And all the supply that was needed. ആവശ്യമുള്ള സാധനങ്ങളൊക്കെയും ഉള്ളിൽ They കൊണ്ടുവന്നു. followed the Lord's instruction. ദൈവം നൽകിയ നിർദ്ദേശങ്ങളെ അവർ പാലിച്ചു. And the Lord ഏഴാം said അധ്യായം to ഒന്നാം Noah, വാക്യം. "Come thou and all thy house into the ark." അനന്തരം യഹോവ നോഹയോട് കൽപ്പിച്ചു തന്നാൽ നീയും And നിന്റെ verse സർവ്വ 2, കുടുംബമായി every പെട്ടകത്തിൽ clean beast, and കടക്കാം. it goes on. തുടർന്ന് മൃഗജാലങ്ങളൊക്കെ വരുവാൻ ദൈവം So കൽപ്പിച്ചു. we see very clearly in God's word, ദൈവവചനത്തിൽ they വ്യക്തമായി നാം follow the കാണുന്നത് instructions. ദൈവം നൽകിയ നിർദ്ദേശങ്ങളെ അവർ പാലിച്ചു. They followed every instruction of the Lord. ദൈവം നൽകിയ നിർദ്ദേശങ്ങളെ എല്ലാം അവർ Trusted പാലിച്ചു. in God's covenant He made with them. ദൈവം അവരോട് ചെയ്ത And they knew നിയമത്തെ that താൻ there was പാലിച്ചു. nothing to fear. Praise God. Amen. ഒന്നും ഭയപ്പെടേണ്ടെന്നില്ല അവർക്കറിയാമായിരുന്നു. This is the kind of faith we ought to have in these end times. ഈ അന്ത്യനാളുകൾ ഇങ്ങനെയുള്ള ഒരു വിശ്വാസമാണ് നമുക്ക് ആവശ്യം. They followed the instructions of the Lord. ദൈവത്തിന്റെ നിർദ്ദേശങ്ങളെ അവർ They പാലിച്ചു. trusted His covenant promise. ദൈവത്തിന്റെ നിയമത്തെയും ദൈവത്തിന്റെ ആ വാഗ്ദത്തങ്ങളെയും അവർ There വിശ്വസിച്ചു. was nothing to fear. യാതൊന്നും ഭയപ്പെടേണ്ടതില്ലെന്ന് അവർക്കറിയാമായിരുന്നു. Amen. എത്ര സുരക്ഷിതമായ ഒരു സ്ഥാനത്തായിരുന്നു In അത്. our lives. നമ്മുടെ ജീവിതത്തിൽ എത്ര സുരക്ഷിതമായ ഒരു സ്ഥാനമാണത്. Hear God. ആകയാൽ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന കാര്യം ദൈവശബ്ദം കേൾക്കുന്നതാണ്. His covenant. ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ നാം ആശ്രയിക്കണം. ദൈവത്തിന്റെ ആ ഉടമ്പടിയുടെ വാഗ്ദത്തത്തിൽ നാം ആശ്രയിക്കണം. And so they knew that as they follow the Lord's instructions, ദൈവത്തിന്റെ നിർദ്ദേശങ്ങളെ പാലിച്ചുകൊണ്ട് അവർ മുൻപോട്ട് പോകുമ്പോൾ amen, അവർ സുരക്ഷിതരാണെന്ന് and അവർ how അറിഞ്ഞിരുന്നു. important for us in these end times where things are all ഈ അന്ത്യനാളുകളിൽ in confusion. കാര്യങ്ങളെല്ലാം വലിയ ആശയക്കുഴപ്പത്തിലായിരിക്കുമ്പോൾ, I want to ഇന്ന് tell പല you, കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ we need to keep our eyes on the Lord. നമ്മുടെ കണ്ണുകളെ നാം ദൈവത്തിൽ വയ്ക്കേണ്ടതുണ്ട്. Trust in His covenant promises He has made to His church. കർത്താവ് തന്റെ സഭയോട് ചെയ്ത ആ നിയമത്തിന്റെ ഉടമ്പടിയുടെ വാഗ്ദത്തങ്ങളെ നാം that's very, very വിശ്വസിക്കണം. important for all of us. നമുക്കെല്ലാവർക്കും അത് വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. To keep our hearts upon the Lord, to stay upon the Lord. കർത്താവിന്റെ മേൽ നമ്മുടെ കണ്ണുകളെ വയ്ക്കുന്ന കാര്യം, കർത്താവിൽ ആശ്രയിക്കുന്ന കാര്യം. In Psalm 29. സങ്കീർത്തനം 29. Psalm 29. സങ്കീർത്തനം 29. Yeah. And verse 10. 10ാം വാക്യം. It says, "The Lord sitteth upon the flood. Yea, the Lord യഹോവ sitteth ജലപ്രളയത്തിന്മീതെ forever." ഇരുന്നു. യഹോവ എന്നേക്കും രാജാവായി ഇരിക്കുന്നു. Of the psalmist. ഇതാണ് സങ്കീർത്തനക്കാരന്റെ വാക്കുകൾ. Yes. Yes. Maybe David in his lifetime ദാവീദ് തന്റെ ജീവിതകാലത്ത് തന്റെ ജീവിതത്തിൽ ഒരു വലിയ കൊടുങ്കാറ്റിനെ താൻ അഭിമുഖീകരിച്ചിരിക്കും. and from his experience ഒരു കാറ്റിനെയും പേമാരിയെയും താൻ അനുഭവിച്ചിരിക്കാം. ആ അനുഭവത്തിൽ നിന്നും താൻ പറയുന്നത് ഈ സങ്കീർത്തനത്തിൽ താൻ എഴുതിയിരിക്കാം. and as he saw these
terrible storm around him, തന്റെ ചുറ്റിലുമുള്ള perhaps he ഈ pondered വലിയ over കൊടുങ്കാറ്റിനെ അവൻ the days of കണ്ടപ്പോ Noah. നോഹയുടെ കാലത്ത് എന്ത് സംഭവിച്ചു എന്ന് അവൻ ചിന്തിച്ചിരിക്കാം. He pondered over history's famous flood. ചരിത്രത്തിലെ ഏറ്റവും വലിയ ജലപ്രളയത്തെ കുറിച്ച് അവൻ Storm that ചിന്തിച്ചിരിക്കാം. happened in the days of Noah. നോഹയുടെ കാലത്തുണ്ടായ വലിയ കാറ്റിനെ കുറിച്ചും മഴയെ കുറിച്ചും അവൻ ചിന്തിച്ചിരിക്കാം. And therefore, David wrote these words, "The Lord sitteth upon the flood." Hallelujah. ആകയാൽ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ എഴുതുന്നു, യഹോവ ജലപ്രളയത്തിന്മീതെ ഇരുന്നു. The Lord sitteth upon the flood. യഹോവ ജലപ്രളയത്തിന്മീതെ ഇരുന്നു. Forever. യഹോവ എന്നേക്കും രാജാവായി ഇരിക്കുന്നു. അതെത്ര വാസ്തവമാണ്. He saw it. And therefore he താൻ says, അതിനെ കണ്ടു. ആകയാൽ താൻ പറയുന്നു, 11, the Lord will വാക്യം. give strength unto his people. The Lord will bless his people with peace. യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും. യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. The sweeping rain, the echoing വലിയ thunder, പേമാരി, and the വലിയ flashing ഇടി, lightning reminded കൊല്ലിയാൻ, one thing in David's heart, and that is the ആ സമയത്ത് ദാവീദിന്റെ ഹൃദയത്തിൽ sovereignty of God. ദൈവത്തിന്റെ സർവശക്തി അവന്റെ ഹൃദയത്തെ ഭരിച്ചു. Write these words. The ഈ Lord വാക്യങ്ങളെ sitteth അതുകൊണ്ടാണ് എനിക്ക് എഴുതാൻ കഴിഞ്ഞത്. upon the flood. Hallelujah. Amen. യഹോവ The Lord, ജലപ്രളയത്തിന്മേലെ these are ഇരുന്നു. things that would encourage us. ഇത് നമ്മളെ We may not have പ്രോത്സാഹിപ്പിക്കുന്ന a വചനങ്ങളാണ്. flood like that. But we have അങ്ങനെയുള്ള ഒരു situations. ജലപ്രളയം നമുക്ക് No matter കാണത്തില്ല. how എന്നാൽ great our സാഹചര്യങ്ങൾ നമ്മുടെ storms of ജീവിതത്തിലുണ്ട്. life may be. നമ്മുടെ ജീവിതത്തിലുള്ള ആ കാറ്റുകൾ എത്ര വലിയതാണെങ്കിൽ തന്നെയും, How strong the flood waters may be in your life and mine. നമ്മുടെ ജീവിതത്തിലുള്ള സാഹചര്യങ്ങളുടെ We should be ജലപ്രളയം എത്ര able to വലിയതാണെങ്കിൽ tell തന്നെയും, like David of old, the Lord sitteth on the floods. Amen. ദാവീദ് പറഞ്ഞതുപോലെ യഹോവ ജലപ്രളയത്തിന്മീതെ ഇരുന്നു എന്ന് നാം പറയേണ്ടതുണ്ട്. That's where we lack. We come to അവിടെയാണ് place of restlessness. No peace. അവിടെയാണ് നമ്മൾ വിശ്വാസക്കുറവുള്ളത്. നമ്മുടെ ജീവിതത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥ എപ്പോഴാണുള്ളത്. അസ്വസ്ഥരാകുന്നത് അവിടെയാണ്. സമാധാനമില്ലാതായിത്തീരുന്നത് അവിടെയാണ്. ഈ അന്ത്യനാളുകളിൽ നാം ഇങ്ങനെയുള്ള ഒരു ജനമായിരിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ കൊടുങ്കാറ്റുകളെ നേരിടുമ്പോൾ, ജലപ്രളയത്തെ നാം നേരിടുമ്പോൾ, ജലപ്രളയത്തിന്റെ സാഹചര്യങ്ങളെയും അതുപോലെ പരിതസ്ഥിതികളെ അനുഭവിക്കുമ്പോൾ ദാവീദിനെ പോലെ യഹോവ ജലപ്രളയത്തിന്മേൽ ഇരുന്നു എന്ന് നാം പറയണം. King forever. യഹോവ എന്നേക്കും രാജാവായിരിക്കുന്നു എന്ന് നാം പറയണം. Amen. Or am I just taking a solo flight today? ഇന്ന് ഞാൻ തനിച്ചാണോ പറക്കുന്നത്? നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ ഉണ്ടോ? Just alone going? Or are you all with me? Co-passengers? ഞാൻ തനിച്ചല്ലല്ലോ, നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ ഉണ്ടല്ലോ. സഹയാത്രക്കാരായിട്ട് എന്റെ കൂടെ ഉണ്ടല്ലോ. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഈ കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ പതിയുമാറാകട്ടെ. ഞായറാഴ്ച രാവിലെ നാം കടന്നു വരുന്നത് ഒരു മത ആചാരത്തിനും അനുഷ്ഠാനത്തിനും വേണ്ടിയല്ല, ദാവീദിനെ വിചിന്തനം ചെയ്തുകൊണ്ടാണ്. ഈ കാര്യങ്ങളെ കാണുവാൻ തനിക്ക് കഴിഞ്ഞു. തന്റെ ജീവിതത്തിൽ എന്ത് സാഹചര്യത്തിൽ കടന്നു പോയിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. തന്റെ ജീവിതത്തിൽ അവൻ കടന്നുപോയ ആ ജലപ്രളയം എന്താണെന്ന് നമുക്കറിയില്ല. പല സാഹചര്യങ്ങളുടെ താൻ കടന്നു പോയിട്ടുണ്ട്. എന്നാല് താൻ നോഹയുടെ കാലത്തുള്ള ജലപ്രളയത്തിന്മേൽ കർത്താവ് എങ്ങനെ ഇരുന്നു എന്ന് അവന് കാണുവാൻ കഴിഞ്ഞു. എല്ലാത്തിനും മേൽ താൻ എങ്ങനെ രാജാവായിരുന്നു എന്ന് കാണുവാൻ തനിക്ക് കഴിഞ്ഞു. അതുകൊണ്ട് താൻ പറയുന്നു, കർത്താവ് സിംഹാസനത്തിലാണ്, കർത്താവ് സിംഹാസനസ്ഥനാണ്, താൻ വാഴുന്നവനാണ്, താൻ എന്നേക്കും രാജാവാണ്, താൻ എന്നേക്കും രാജാവാണ്, സിംഹാസനസ്ഥനാണ്.
സകലത്തെയും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നന്മയ്ക്കായിട്ട് ചെയ്യുന്നവനാണ് ദൈവം. Understand the scriptures. നമ്മുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ, ഈ വചനത്തെ മനസ്സിലാക്കേണ്ടത് എത്ര ആവശ്യമാണ്. The Lord എങ്ങനെയാണ് will give സങ്കീർത്തനക്കാരൻ strength to ഈ his people. സങ്കീർത്തനത്തെ അവസാനിപ്പിച്ചെന്ന് നോക്കുക. ദൈവം തന്നെ ജനങ്ങൾക്ക് The ശക്തി Lord will നൽകും. bless his people with peace. Hallelujah. യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. Amen. Amen. That is your portion Amen. and my portion. The Lord will അതാണ് give നിങ്ങളുടെയും strength to his എന്റെയും people പങ്ക്. in storms and floods, and he will give. നമ്മുടെ ജീവിതത്തിൽ കാറ്റും ജലപ്രളയം എല്ലാം വരുമ്പോൾ ദൈവം നമുക്ക് സമാധാനം നൽകും. Yes. Oh, may God help us. ദൈവം നമ്മെ ഓരോരുത്തരെയും You know, സഹായിക്കുമാറാകട്ടെ. as the days went on, നാളുകൾ the കടന്നുപോയപ്പോൾ final week of preparation came. ഒരുക്കങ്ങളുടെ എല്ലാം അവസാന ആഴ്ച വന്നപ്പോൾ Noah and his family obeyed God's command and entered. ദൈവത്തിന്റെ കൽപ്പനകളെ നോഹയും കുടുംബം അനുസരിച്ചു. ദൈവം പറഞ്ഞതുപോലെ അവർ പെട്ടകത്തിനുള്ളിൽ പ്രവേശിച്ചു. Yes. And they entered into the ark. And അവർ chapter പെട്ടകത്തിൽ 7, പ്രവേശിച്ചു. verse 15, we read like this. 7-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. 15 and 16, and they went into 15-16 വാക്യങ്ങൾ. unto Noah into the ark, 2 of all flesh, wherein is the breath of life. And they that went in male and female, of all the flesh, as God had commanded him, and the Lord shut him in. ജീവശ്വാസമുള്ള സർവ്വയിടത്തും ഈ രണ്ട് നോഹയുടെ അടുക്കൽ വന്ന് പെട്ടകത്തിൽ കടന്നു. ദൈവം അവനോട് കൽപ്പിച്ചതുപോലെ അകത്ത് കടന്നു വന്ന സർവ്വജടത്തിൽ നിന്നും ആണും പെണ്ണുമായി കടന്നു വന്നു. യഹോവ വാതിൽ അടച്ചു. And the Lord shut the door. യഹോവ വാതിൽ അടച്ചു. Hallelujah. And the Lord shut the door. യഹോവ വാതിൽ അടച്ചു. That's very important. Shutting the അത് door വളരെ was not in പ്രാധാന്യമർഹിക്കുന്നു. the hands of Noah. വാതിൽ അടയ്ക്കുന്ന ദൗത്യം നോഹയുടേതായിരുന്നില്ല. God's work. But it was അത് Noah's ദൈവത്തിന്റെ responsibility to പ്രവൃത്തിയായിരുന്നു. bring everyone in. എല്ലാരെയും ഉള്ളിൽ കൊണ്ടുവരേണ്ടതായിരുന്നു നോഹയുടെ Everyone that he ദൗത്യം. wanted in, they are all in. The Lord shut the door. ദൈവം ആഗ്രഹിച്ചവരെല്ലാം ഉള്ളേ വന്നു എന്ന് ദൈവം മനസ്സിലാക്കിയപ്പോൾ ദൈവം വാതിലടച്ചു. Now that's very important. When we read അത് വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. there's a very അപ്പോസ്തല പ്രവൃത്തികൾ interesting 2-ാം അധ്യായം, scripture which we have heard അവിടെ many times. വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വചനമുണ്ട്. പലപ്പോഴും നാം കേട്ടിട്ടുള്ള വചനമാണിത്. Real understanding yet to the people of God. പലപ്പോഴും നാം വായിച്ചിട്ടുള്ളതാണെങ്കിൽ തന്നെ അത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. Chapter 2, അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം verse 41. 41-ാം And they വാക്യം. that gladly received his word were baptized, and the same day there were added unto them about 3,000 souls. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. And verse 47, praising God and having 47-ാം favor with all men, വാക്യം. and the Lord added to the church daily such as should be saved. ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിനുടെയും കൃപ അനുഭവിക്കുകയും ചെയ്ത് കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. The Lord കർത്താവ് ചേർത്തുകൊണ്ടിരുന്നു. കർത്താവാണ് അവരെ ആ പെട്ടകത്തിലേക്ക് കൊണ്ടുവന്നത്. brought them ആ into the church. ശരീരമായ സഭയിലേക്ക് കർത്താവാണ് അവരെ ചേർത്തത്, കൊണ്ടുവന്നത്. Now that's very important for us to know. നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ട വളരെ പ്രാധാന്യമരിക്കുന്ന ഒരു കാര്യമാണത്. Which is the church. പെട്ടകത്തിനുള്ളിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നത് കർത്താവിന്റെ സഭയായ ശരീരമായ സഭയിലേക്ക് നമ്മെ കൊണ്ടുവന്നത് കർത്താവാണ്. You know, it is the Lord who added you. It is the Lord who brought you into the ark. ഈ പെട്ടകത്തിലേക്ക് നിങ്ങളെ ചേർത്തതും കൊണ്ടുവന്നതും കർത്താവാണ്.
If you look at Noah and the family, they didn't know നോഹയും how കുടുംബത്തെ long നാം they will be കാണുമ്പോൾ in the ark. എത്ര നാൾ അവർ പെട്ടകത്തിലായിരിക്കുമെന്ന് അവർക്ക് But the അറിയില്ലായിരുന്നു. Lord knew. And എന്നാൽ that is ദൈവത്തിന് what അത് really അറിയാമായിരുന്നു. mattered. അതാണ് പ്രാധാന്യം അർഹിക്കുന്നത്. Amen. It was not in the hands of Noah. അത് But നോഹയുടെ it was in the കൈകളിലല്ലായിരുന്നു. sovereign hand of God. എന്നാൽ അത് സർവശക്തനായ ദൈവത്തിന്റെ കരത്തിലായിരുന്നു. കർത്താവ് They didn't വാതിലിനെ know how അടച്ചു. long they will be in the ark. എത്ര നാളുകൾ അവർ ആ പെട്ടകത്തിൽ ഉണ്ടായിരിക്കുമെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. Saints, God has ദൈവമാണ് brought അവരെ you ഉള്ളിൽ into the കൊണ്ടുവന്നത്. body. When you were കർത്താവാണ് baptized, നിങ്ങളെ തന്റെ ശരീരമായ സഭയിലേക്ക് കൊണ്ടുവന്നത്. നിങ്ങൾ സ്നാനപ്പെട്ടപ്പോൾ, God has led ഈ you into the ark. ദൈവത്തിന്റെ ഭവനത്തോട് ചേർക്കപ്പെട്ടപ്പോൾ, ദൈവമാണ് ഈ And how long you are going to be പെട്ടകത്തിനകത്തേക്ക് in the നിങ്ങളെ ark, കൊണ്ടുവന്നത്. God ഈ knows പെട്ടകത്തിൽ that. എത്ര നാൾ നിങ്ങൾ ഇരിക്കുമെന്ന് ദൈവത്തിനറിയാം. God knows that. How long you are to be in the ദൈവത്തിന് body of അതറിയാം. Christ. And ഈ God knows. And പെട്ടകത്തില് that's what കർത്താവിന്റെ all that ശരീരമായ matters. സഭയിൽ എത്ര നാൾ നിങ്ങളായിരിക്കണം ദൈവത്തിന് അറിയാം. അതാണ് And the പ്രാധാന്യം psalmist അർഹിക്കുന്നത്. says in Psalm 31:15, my times are in your hands. സങ്കീർത്തനക്കാരൻ സങ്കീർത്തനം 31:15 പറയുന്നത് പോലെ എന്റെ കാലങ്ങൾ യഹോവയുടെ കരങ്ങളിലാണ്. എന്റെ കാലങ്ങൾ And stay യഹോവയുടെ on കരങ്ങളിലാണ്. where God has brought you in. ദൈവം നിങ്ങളെ എവിടെ കൊണ്ടുവന്നോ അവിടെ തുടരുവീൻ. Saints of God, you are there വിശുദ്ധന്മാരെ, until നിങ്ങളെ അവിടെ കൊണ്ടുവന്നത് ദൈവമാണ്. നിങ്ങൾ അവിടെ ആയിരിക്കണം. Amen. ദൈവം പറയുന്നത് വരെ. There are some who jumped off the ark. എന്നാൽ പെട്ടകത്തിൽ നിന്ന് ചാടുന്നവരുണ്ട് പലരും. Came out of the ark. പെട്ടകത്തില് ഒരു ദ്വാരം ഉണ്ടാക്കി വെളിയിൽ വന്ന പലരും ഉണ്ട്. You know, ഇന്ന് അവർ വലിയ the പ്രയാസത്തിലാണ്. greatest need for Noah and the family was that they should remain until the Lord will open the door. ഈ പെട്ടകത്തിൽ ദൈവം ആഗ്രഹിക്കുന്നിടത്തോളം കാലം നാം പെട്ടകത്തിൽ തുടരണമെന്നാണ് ആവശ്യം. കർത്താവ് പെട്ടകത്തിന്റെ വാതിൽ തുറക്കുന്നത് വരെ. കർത്താവാണ് നമ്മളെ ചേർത്തത്. കർത്താവാണ് നമ്മളെ കൊണ്ടുവന്നത്. കർത്താവാണ് കതവിനെ അടച്ചത്. നാം ആ പെട്ടകത്തിനുള്ളിലായിരിക്കണം. You have to move കർത്താവിന്റെ on ശരീരമായ in the plan and പെട്ടകത്തിനുള്ളിൽ purpose നാം of God ആയിരിക്കണം. there. അവിടെ നാം വളരണം. അവിടെയാണ് ദൈവത്തിന്റെ ഉദ്ദേശത്തിലും ദൈവത്തിന്റെ പദ്ധതിയിലും നാം മുൻപോട്ട് പോകേണ്ടത്. Will open the door. അവൻ ഉള്ളിൽ കൊണ്ടുവന്ന കർത്താവ്, You know what happened? കർത്താവ് തീർച്ചയായിട്ടും കഥ തുറക്കും. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് അറിയാമോ? Noah ദൈവം ആ വാതിൽ തുറക്കുമ്പോൾ heaven and new earth. Amen. ആ നോഹയും കുടുംബം ഒരു പുതിയ ആകാശത്തിലേക്കും പുതിയ ഭൂമിയിലേക്കും When വന്നു. you remain അത് in തീർച്ചയായിട്ടും the body സംഭവിക്കും. of Christ, നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരമായ സഭയിൽ തുടർന്ന് don't try to wriggle out ആയിരിക്കുമ്പോൾ of God's economy and plan and കർത്താവ് purpose. വാതിൽ അടച്ചിരിക്കുന്നതിൽ കർത്താവിന്റെ Don't ഉദ്ദേശത്തിൽ make your നിലനിൽക്കുക. plan and നിങ്ങൾ your വെളിയിൽ will and ചാടരുത്. you're this, I will do this, I will go, I will run away. Please remember. നിങ്ങളുടെ ആഗ്രഹവും നിങ്ങളുടെ ചിന്തയെന്നനുസരിച്ച് നിങ്ങൾ ഓടിപ്പോകരുത്. നിങ്ങൾ വെളിയെ ചാടരുത്. He has shut the door, remain there, and when the Lord will open the door, behold, you come into possessing a new heaven and a new earth. നിങ്ങളെ പെട്ടകത്തിനുള്ളിൽ കൊണ്ടുവന്നാൽ വാതിലടച്ച് കർത്താവാണ് ആ പെട്ടകത്തിലായിരിക്കുക. കർത്താവിൽ വളരുക. കർത്താവ് അതിന്റെ വാതിൽ തുറന്ന് പുതിയ ആകാശത്തിലേക്കും പുതിയ ഭൂമിയിലേക്കും നിങ്ങളെ കൊണ്ടുവരും. It is God who opened the door. കർത്താവാണ് വാതിൽ തുറക്കേണ്ടത്. 8-ാം അധ്യായത്തിൽ അതേക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. Chapter 8. 8-ാം അധ്യായം Verse 16. 16-ാം വാക്യം. Verse 15 and 16. And God spake 15, unto 16 Noah, വാക്യങ്ങൾ. saying, Go forth of the ark, thou and ദൈവം thy നോഹയോട് അരുളി ചെയ്ത് നീയും നിന്റെ ഭാര്യയും പുത്രന്മാരും പുത്രന്മാരുടെ ഭാര്യയും പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങുവീൻ.
So we see very clearly ഇവിടെ God, വളരെ വ്യക്തമായി കാണുന്നു, and we know ദൈവമാണ് വാതിൽ തുറന്നത്. they came to a new heaven, new earth in that sense. നമുക്കറിയാം, അവരൊരു പുതിയ ഭൂമിയിലേക്കും പുതിയ ആകാശത്തിലേക്കും പ്രവേശിച്ചു. പഴയതെല്ലാം കഴിഞ്ഞു പോയി. ഇതാണ് പത്രോസ് പറയുന്നത്. Amen. നാം ഒരു പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കുന്നു. ദൈവം ഈ ലോകത്തെ ന്യായം വിധിക്കുമ്പോൾ Bring about a new heaven and new earth. താൻ ഒരു പുതിയ ആകാശത്തെയും പുതിയ ഭൂമിയെയും Move on quickly. ഉളവാക്കും. And I finish. പെട്ടെന്ന് നമുക്ക് മുന്നോട്ട് കടന്നു The പോകാം. flood was God's judgment. ഈ ജലപ്രളയം ദൈവത്തിന്റെ ന്യായവിധിയായിരുന്നു ഒരു ദുഷ്ടമായ ലോകത്തിന്റെ മേൽ. God opened the floodgates of heaven and torrential സ്വർഗത്തിന്റെ rain കിളിവാതികളെ ദൈവം തുറന്നു. came down. വലിയ പേമാരി ഉണ്ടായി. God waited for over a century for men to repent. 100 വർഷങ്ങൾക്ക് മേൽ മനുഷ്യൻ മാനസാന്തരപ്പെടുന്നതിന് വേണ്ടി ദൈവം കാത്തിരുന്നു. You know, ഇപ്പോൾ വളരെ താമസിച്ചു പോയി. the long suffering of God waited. കർത്താവിന്റെ ദീർഘക്ഷമ Let's just turn to the book of കാത്തുകൊണ്ടിരുന്നു. Peter for a moment. പത്രോസിന്റെ ലേഖനം 1 പത്രോസ് 2 Verse 9, chapter 2 പത്രോസ് 3-ാം അധ്യായം 9-ാം അധ്യായം. The Lord is not slack concerning his promise, as some men count slackness, but is long suffering to usward, not willing that any should perish, but that ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നതിൽ ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. So we see that, God waited for more than a century. ഒരു നൂറ്റാണ്ടിലും ഉപരിയായിട്ട് ദൈവം കാത്തിരുന്നു. But men went on hardening their hearts. എന്നാൽ മനുഷ്യൻ തുടർന്ന് തന്റെ ഹൃദയത്തെ കഠിനമാക്കിക്കൊണ്ടിരുന്നു. 55 and verse 6, seek the Lord while he may be found. യെശയ്യാ പ്രവചനത്തിൽ വായിക്കുന്നത് പോലെ ദൈവത്തെ കണ്ടെത്താകുന്ന സമയത്ത് അവനെ അന്വേഷിക്കുക. അവനെ കണ്ടെത്താകുന്ന കാലത്ത് അവനെ Call അന്വേഷിക്കുക. upon him while he is near. അവൻ സമീപത്തായിരിക്കുമ്പോൾ അവനെ നോക്കി They went on living their own വിളിക്കുക. way. Doing അവർ their തങ്ങളുടെ own സ്വന്തം thing. വഴികളിൽ ജീവിച്ചു, Yes. സ്വന്തം ഇഷ്ടം ചെയ്തു. And so we see the rain stopped after 40 days. 40 നാളുകൾക്ക് പിറകെ മഴ നിന്നു. And everything was destroyed. സകലവും നശിപ്പിക്കപ്പെട്ടു. And they were in the ark for 1 year and 10 days. 1 വർഷവും 10 ദിവസവും അവർ പെട്ടകത്തിനുള്ളിലായിരുന്നു. A patient family. A ക്ഷമയുള്ള ഒരു കുടുംബം, not only Noah, but the കാത്തിരിക്കുന്ന ഒരു entire കുടുംബം. family. നോഹ മാത്രമല്ല, Despite നോഹയുടെ കുടുംബം മുഴുവൻ devastation on the outside, ചുറ്റിലും സർവനാശത്തിന്റെ മധ്യത്തിൽ and the നോഹയും animals were കുടുംബവും, secure in the ark. അതുപോലെ മൃഗജാലങ്ങളൊക്കെയും പെട്ടകത്തിൽ No സുരക്ഷിതരായി. matter how they felt, what they felt, അവർക്ക് എന്ത് തോന്നിയാലും Yes, എന്ത് വിചാരം അവർക്കുണ്ടായാലും they were അവരുടെ not, ഉള്ളിൽ അവർ ആധിയിലൊന്നും ആയിരുന്നില്ല. they did not tell one another. My husband, അവരിങ്ങനൊന്നും അന്യോന്യം പറഞ്ഞില്ല. wife, ദൈവശബ്ദം എന്റെ ഭർത്താവ് കേട്ടോ? nor these girls. അങ്ങനെ got വൈഫ് ഒന്ന് married. നോഹയോട് ചോദിച്ചില്ല. Did we do the right thing, marrying you and coming inside this?
Yeah. അതുപോലെ തന്നെ തന്റെ പുത്രന്മാരൊക്കെ വിവാഹം കഴിച്ചു വന്ന സ്ത്രീകൾ ഞങ്ങള് കല്യാണം കഴിച്ചത് ശരിയായിരുന്നു എന്നൊന്നും അവർ ചോദിച്ചില്ല. അവർ ആ പെട്ടകത്തിനുള്ളിൽ സുരക്ഷിതരായിരുന്നു. They stayed on. That was a secure place. And I want to അത് tell വളരെ you, സുരക്ഷിതമായ സ്ഥാനമായിരുന്നു. despite അവർ what അവിടെ you തുടർന്നു. feel about the body of Christ, I want to tell you, saints, that's a secure place for you. നിങ്ങൾക്ക് കർത്താവിന്റെ ശരീരമായ സഭയെക്കുറിച്ച് എന്ത് തന്നെ തോന്നിയാലും അതാണ് സുരക്ഷിത സ്ഥാനമെന്ന് മറക്കരുത്. No matter how they felt, it was a wise thing to be here in this church. My goodness, what did I say? In this church? Yeah. Was a wise decision I made. ഈ സഭയിൽ തുടർന്നത് ഒരു Said wrongly or rightly, I don't know. അത് ഒരു No matter how you feel, let not the enemy cash on you എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത് എനിക്കറിയില്ല. and take you for a ride. No matter what ശത്രു you feel നിങ്ങളുടെ about this തോന്നലെന്നനുസരിച്ച് ark നിങ്ങളെ where God കൊണ്ടുപോകരുത്. has brought you in, I want to tell you, saints, your secure place is within the ark of the body. നിങ്ങളെ എന്ത് തന്നെ ദൈവം കൊണ്ടുവന്ന ഈ പെട്ടകത്തെ കുറിച്ച് ചിന്തിച്ചാൽ ഒരു കാര്യം ഓർക്കുക, ദൈവം നിങ്ങളെ കൊണ്ടുവന്ന ഈ കർത്താവിന്റെ ശരീരമായ സഭയാണ് സുരക്ഷിത സ്ഥാനം. Yes. How much the ark was rocked and tossed on the waters. വെള്ളത്തിന്റെ മേലെ എത്ര ഉയർന്നും പൊങ്ങിയും ഈ പെട്ടകം മുൻപോട്ട് പോയാലും They were safe in God's will. Hallelujah. എന്നാൽ ദൈവഹിതത്തിൽ They അവർ were safe in സുരക്ഷിതരായിരുന്നു. God's will. അവർ No ദൈവഹിതത്തിൽ matter there are സുരക്ഷിതരായിരുന്നു. shakings and tossings and many things happening. ഈ പെട്ടകം ജലത്തിന്റെ മേൽ പോയപ്പോൾ ഉയർന്നും പൊങ്ങിയും കുലുങ്ങിയും ഒക്കെ എങ്കിലും അവർ സുരക്ഷിതരായിരുന്നു. They were secure in God's will. അവർ സുരക്ഷിതരായിരുന്നു ദൈവത്തിന്റെ ഹിതത്തിൽ. And they patiently waited അവർ ദീർഘക്ഷമയോടെ ദൈവത്തിനായിട്ട് കാത്തിരുന്നു. His work. Amen. കർത്താവിന്റെ പ്രവൃത്തി They were അവസാനിപ്പിക്കുന്നതിനെ അവർ patiently കാത്തിരുന്നു. waiting inside within the ark for God to complete His work. His work. കർത്താവിന്റെ പ്രവൃത്തി താൻ ചെയ്തു തീർക്കുന്നതിനായിട്ട് ആ പെട്ടകത്തിനുള്ളിൽ ദീർഘക്ഷമയോടെ അവർ കാത്തിരുന്നു. And they knew that when God's work is done, God will open the same door. ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്തു കഴിയുമ്പോൾ ദൈവം അടച്ച അതേ വാതിലിനെ തുറന്നവരെ വെളിയെ കൊണ്ടുവരുമെന്ന് The അവർക്കറിയാമായിരുന്നു. voice that said, "Come in," the same voice. അകത്ത് വരണമെന്ന് പറഞ്ഞ അതേ ശബ്ദം വെളിയേയും വരണമെന്ന് പറയുമെന്ന് അവർക്കറിയാമായിരുന്നു. Yes. My God, more than 1 year and 10 days. In the same. ഒരു വർഷവും 10 A ദിവസം long time to be. ഒരേ സ്ഥാനത്ത് Some people say, ഒരേ സ്ഥാനത്ത് അത്രയും നീണ്ട നാളുകൾ. how could you do that? ഈ സഭയിൽ 40 വർഷമായിട്ട് നിങ്ങൾ പോകുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് പോകാൻ കഴിയുന്നത്? And enjoyed your spiritual life. മറ്റുള്ളവർ സഭ മാറി മാറി പോകുമ്പോൾ ഇവിടെ 40 വർഷം You're going to the അങ്ങനെയാണ് ചിലപ്പോൾ ജനങ്ങൾ പറയാറുള്ളത്. your pastor is ഇത്രയും വർഷങ്ങൾ നിങ്ങൾ ഈ സഭയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്, so you're here. നിങ്ങളുടെ പാസ്റ്റർക്ക് ട്രാൻസ്ഫർ ഒന്നും ഇല്ലയോ? Are you not tired? You must ഈ go and മനുഷ്യന്റെ serve പ്രസംഗമാണ് ഇത്രയും നാളായിട്ട് നിങ്ങൾ കേൾക്കുന്നത്. ഇത് കേട്ട് നിങ്ങൾ ക്ഷീണിതരൊന്നും ആകാറില്ലേ? for a long time in the ark. നീണ്ട Long സമയം time to പെട്ടകത്തിൽ be in the body of Christ. കർത്താവിന്റെ ശരീരമായ സഭയിൽ നീണ്ട കാലം. That's why we must have patience. That's why we read in the book of അതുകൊണ്ട് നമുക്ക് Hebrews, ദീർഘക്ഷമ chapter ആവശ്യമാണ്. 6. I'm going to എബ്രായ close ലേഖനത്തിൽ soon. ഇങ്ങനെ വായിക്കുന്നു 6-ാം അധ്യായം. I am എബ്രായ really ലേഖനം to finish because I am not feeling too good. So that must be a plus fun for you, all of you. Okay. All right. So I'm going to close. Hold on. Hebrews chapter 6. ഞാൻ അവസാനിപ്പിക്കാൻ വേണം. എബ്രായ ലേഖനം 6-ാം അധ്യായം So Hebrews chapter 6 and verse 12. 12-ാം വാക്യം. That ye be not slothful, but followers of them who through faith and patience inherit the promises.
അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസാലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി തീരും. Inherit. ദീർഘക്ഷമയാലും വിശ്വാസാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കണം. 10-ാം അധ്യായം 10 and verse 36. 10-ാം അധ്യായം 36-ാം വാക്യം. Is for ye have need of patience, that after ye have done the will of God, amen, ye might receive the promises. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. After you have done the will of God, you need patience. ദൈവഹിതം ചെയ്ത ശേഷം നിങ്ങൾക്ക് സഹിഷ്ണുത ആവശ്യമാണ്. That you might receive the promise. Not enough say I am in the will of ദൈവത്തിന്റെ God. വാഗ്ദത്തത്തെ പ്രാപിക്കുന്നതിനായിട്ട് And let God ദൈവത്തിന്റെ fulfill ഹിതത്തിലായിരിക്കുന്നത് what he പറഞ്ഞതുകൊണ്ട് wants to do in your life. മാത്രമല്ല സഹിഷ്ണുതയോടെ ആയിരിക്കും. So Noah's ദൈവം willing നിങ്ങളുടെ to ജീവിതത്തിൽ wait. എന്താ ആഗ്രഹിക്കുന്നു അത് ദൈവം ചെയ്തു തീർക്കട്டும். നോഹ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുവാൻ തയ്യാറായിരുന്നു. You know, it വിശ്വന്മാരെ. is in his will that കർത്താവിന്റെ Noah's ഹിതത്തിൽ family was found. They stayed നോഹയും on കുടുംബവും in the കാണപ്പെട്ടു. will of God there. അവർ ദൈവവചനത്തിൽ For തുടർന്നിരുന്നു. the man of God, അവസാനമായി ഒരു ദൈവമനുഷ്യന്റെ വാക്കുകളെ ഞാൻ of the word of God, and his name എടുത്തു പറയാൻ is ആഗ്രഹിക്കുന്ന ഒരു McLaren. He said like this. ദൈവവചനത്തെ പ്രസംഗിക്കുന്ന ഒരു ബ്രിട്ടീഷുകാരനായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഇങ്ങനെ പറയുണ്ടായി. I don't know how അദ്ദേഹത്തിന്റെ പേര് translate മക്ലാരൻ that എന്നായിരുന്നു. because it's his words. Okay, so I'm going to എങ്ങനെയാണ് quote അത് this എന്റെ man. സഹോദരന്മാരെ He തർജ്ജമ lived ചെയ്യാൻ പോകുന്നത് between എനിക്കറിയത്തില്ല. 1846 to 1910. Okay, 1826 നിന്നും 1910 വരെ ജീവിച്ച for മനുഷ്യനായിരുന്നു താൻ. 120 years. 120 The വർഷങ്ങൾ wits laughed. Wits means those who make fun. They, yeah, ഈ they laughed. തമാശ And the പറഞ്ഞിരിക്കുന്നവരൊക്കെ common sense ചിരിച്ചു. people wondered. സാമാന്യ ബുദ്ധി ഉപയോഗിച്ചവരൊക്കെ And വിസ്മയിച്ചു. the patient saint went on hammering. എന്നാൽ ദീർഘക്ഷമയുള്ള വിശുദ്ധന്മാർ ആണി And അടിച്ചുകൊണ്ടേയിരുന്നു. pitching at his ark. അവർ പെട്ടകത്തിൽ But ആ one morning, കീൽ തേച്ചുകൊണ്ടിരുന്നു. it began to rain. എന്നാൽ ഒരു ദിവസം രാവിലെ മഴ One പെയ്യുവാൻ morning തുടങ്ങി. it began to rain, മഴ പെയ്യുവാൻ തുടങ്ങി. and by degrees, it began to rain by degrees. ആ മഴ Somehow, അളവ് മഴ Noah did പെയ്തുകൊണ്ടേയിരുന്നു, അളവ് not seem കൂടിക്കൊണ്ടേയിരുന്നു. quite such a fool. അപ്പോൾ നോഹ ഒരു Yes. The just മൂഢനായി കാണപ്പെട്ടില്ല. would look at rather different when the water was up to the knee of the justice. Those who make fun. നീതിയുടെ മുട്ടുവരെ വെള്ളം എത്തിയപ്പോഴ് When the water was coming അവരെ to the knees of the ones who are making fun. ഈ കളിയാക്കുന്നവരൊക്കെ And their sarcasms would stick in their throats as they drowned. ആ വെള്ളം ഉയരാൻ തുടങ്ങി കഴിഞ്ഞോണ്ടേ അവരെ വെള്ളത്തിൽ മുങ്ങാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേ അവരുടെ കളിതമാശയൊക്കെ നിന്നുപോയി. Right. English is always beautiful, right? Isn't it? Yeah. Then he says, so is it always. അതങ്ങനെയായിരുന്നു He takes this എപ്പോഴും. example and says, so is it always. എപ്പോഴും അതങ്ങനെയായിരുന്നു. So it will be at the last great day. Amen. അതങ്ങനെ ആയിരിക്കും ആ He says, അവസാന so it നാളിലും. was. And അതങ്ങനെ always. ആയിരുന്നു. And now he is so അതങ്ങനെ it will ആയിരിക്കും. be at the last great day. ആ വലിയ അവസാന നാളിലും അതങ്ങനെ തന്നെ ആയിരിക്കും. The man who ശ്രദ്ധയോടെ lives കേൾക്കുക. for the future ഭാവിക്കായിട്ട് ജീവിക്കുന്ന മനുഷ്യൻ will be ക്രിസ്തുവിലുള്ള found out വിശ്വാസത്തിൽ to have been wise men. അവർ ബുദ്ധിമാന്മാരായി കാണപ്പെടും. The men who ഞാൻ live വീണ്ടും അത് for the പറയാം. future
by faith in ഭാവിക്കായിട്ട് Christ ജീവിച്ച മനുഷ്യർ will be found ക്രിസ്തുവിലുള്ള out to have വിശ്വാസത്തിൽ been the wise men. അവർ When ബുദ്ധിമാന്മാരെന്ന് the തെളിയിക്കപ്പെടും. future has become the present. ഭാവി അത് വന്നിട്ട് വർത്തമാനമായി തീരുമ്പോൾ, When വർത്തമാന the സമയമായി future തീരുമ്പോൾ, has become the present. ഭാവി And the വന്നിട്ട് വർത്തമാന present സമയമായി has മാറിക്കഴിയുമ്പോൾ, become the past. അപ്പോൾ വർത്തമാന And is സമയം gone വന്നിട്ട് forever. കഴിഞ്ഞ കാലമായി മാറും. While അതെന്നേക്കും they who had അവസാനിക്കും. no aims beyond things of time. തങ്ങളുടെ സമയത്തിനപ്പുറത്തായിട്ട് യാതൊരു Which are now sunk ഒരു beneath ഒരു ഒരു the dreary horizon. ഒരു ഉദ്ദേശവും ഇല്ലാത്തവർ അവർ ജലപ്രളയത്തിൽ മുങ്ങിപ്പോയി. Will wake too late to the conviction they are outside the ark of safety. അവർ ആ പെട്ടകത്തിന്റെ സുരക്ഷിതത്തിന് വെളിയിലാണെന്ന് വളരെ താമസിച്ച് അവർ മനസ്സിലാക്കുന്നു. Will awake too late to the conviction that they are outside the ark of safety. ആ പെട്ടകത്തിന്റെ സുരക്ഷിതത്തിന് വെളിയിലാണ് അവരെന്ന് മനസ്സിലാക്കുമ്പോഴേക്കും താമസിച്ചു പോകും. And the truest epitaph is, "Thou fool." ആ On ജലപ്രളയത്തിൽ their മരിച്ചു പാടുള്ള മേൽ gravestone എഴുതപ്പെട്ടിരിക്കുന്നത് it shall be written, "Thou fool." അവരുടെ അടക്കസ്ഥാനത്ത് എഴുതി വെച്ചിരിക്കുന്നത് മഠേനെ എന്നായിരിക്കും. Dear brother, അതാണ് ദേവദാസൻ പറഞ്ഞത്. let it not be പ്രിയ written സഹോദര on സഹോദരി, our gravestones, "Thou fool." നമ്മളുടെ Let's, കല്ലറകളിൽ അത് എഴുതപ്പെട വേണ്ട. as the man of God said, നമുക്ക് ജ്ഞാനമുള്ളവരായിട്ട് men who lived for the ദേവദാസൻ future പറഞ്ഞതുപോലെ by ഭാവിക്ക് faith in വേണ്ടി Christ ജീവിച്ചവർ will be ക്രിസ്തുവിലുള്ള found to വിശ്വാസത്തിൽ have been the wise men. അവർ ജ്ഞാനികളെന്ന് കാണപ്പെട്ടു. Live for the ഭാവിക്ക് future. വേണ്ടി ജീവിച്ചവർ, Live for the unseen ഭാവിക്ക് വേണ്ടി ജീവിക്കുക, as അദൃശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുക. അത് will ദൃശ്യമായതുപോലെ be found to have been the wise men. The അവരായിരിക്കും future has become ബുദ്ധിമാന്മാർ. present. Amen. How wonderfully he has put it. ഭാവി Future വർത്തമാനമായി has മാറുമ്പോൾ, become present. ഭാവി വർത്തമാനമായി മാറുമ്പോൾ Has become the past. അതിന്റെ വർത്തമാനകാലം അത് പഴങ്കാലമായി മാറും. The ways they wanted to invest their times, everything. Now it has become the past. അവർ ജീവിച്ചത്, അവരുടെ സമയം ചെലവഴിച്ചത്, ആ കാര്യങ്ങളെല്ലാം ഇപ്പൊ പഴങ്കാലമായി മാറി. Nothing is അതെല്ലാം gained out of നഷ്ടമായി. it. Amen. അതിൽ നിന്നൊന്നും അവർക്ക് ലഭിച്ചില്ല, ഒന്നും നിലനിന്നില്ല. അതെന്നേക്ക് നഷ്ടമായി പോയി. They have aims only for things present. അവർക്ക് ഈ വർത്തമാന സമയത്തുള്ള കാര്യങ്ങൾ മാത്രമേ That which is അവരുടെ കണ്ണുകളുള്ളൂ. ഈ താൽക്കാലികമായ കാര്യങ്ങളിലാണ് അവരുടെ കണ്ണുകൾ. sunk beneath the dreary. അതെല്ലാം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു. അതെല്ലാം നശിച്ചു പോയി. Will be thou fool. So saints, അതിന്റെ എല്ലാം മേലുണ്ടായിരുന്ന കൈയെഴുത്തതായിരുന്നു, നീ മടയ. let's live for the future. They looked for us. ആകയാൽ നമുക്ക് ഭാവിക്ക് വേണ്ടി ജീവിക്കാം. ദൈവം തന്നെ ശില്പിയായി നിർമ്മിച്ച ആ നഗരത്തിനായി നമുക്ക് നോക്കി This പാർക്കാം. word has been really encouraging me in my own life. എന്റെ ജീവിതത്തിൽ ഈ വചനം എന്നെ ഉത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് വളരെയധികം നാം ദൈവത്തിൽ നിന്ന് കേൾക്കുകയുണ്ടായി. Remain in നമുക്ക് the body ആ of പെട്ടകത്തിനുള്ളിൽ നിലനിൽക്കാം. ആ കർത്താവിന്റെ ശരമായ സഭയിൽ നമുക്ക് തുടരാം. God will work out our salvation. അവിടെയാണ് ദൈവം തന്റെ രക്ഷയെ And God will open the door. But when he കൊണ്ടുവരുവാൻ opens the door, പോകുന്നത്. the work is done. Hallelujah. ദൈവം അവിടെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവം ആ പെട്ടകത്തിന്റെ വാതിൽ തുറന്നു കഴിയുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി In my അവസാനിച്ചിരിക്കും. spiritual man through this word. Let's ഈ വചനത്തിലൂടെ എന്റെ ആന്തരിക മനുഷ്യനിൽ ഞാൻ വളരെ ശക്തീകരിക്കപ്പെട്ടു. നമുക്ക് ഈ വർത്തമാന സമയത്തിന് വേണ്ടി ജീവിക്കേണ്ട, when the ക്രിസ്തുവിലുള്ള ആ ഭാവിക്ക് വേണ്ടി നമുക്ക് ജീവിക്കാം. ആ ഭാവി ഒരു വർത്തമാന
ഒരു അനുഭവമായി മാറുന്ന That ആ no സമയത്തിന് വേണ്ടി place നമുക്ക് anywhere, ജീവിക്കാം. but drowned completely, gone forever. വർത്തമാനമായിരുന്ന കാര്യങ്ങൾ ഒരു പഴങ്കഥയായി മാറിപ്പോകും. Thank God. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. Thank you, Lord Jesus. I hope God's word has encouraged us. I felt a kind of sluggishness among God's people today. Maybe the cold weather is affecting you, or you are physically not well. May God help us. I hope the word of God has put you on the right track. Thank you, Jesus. Thank you, Lord. Hallelujah, Lord. Body and not of clay, a spiritual building for the glory of God is building a body in the earth today. He's building a body in the earth today. He's building a body and not of clay, a spiritual building for the glory of God. Is building a body in the earth today. A spiritual building for the glory of God. Is building a body in the earth today. Body in the earth today. Is building a body and not of clay, a spiritual building for the glory of God. Is building a body in the earth today, a spiritual building, hallelujah, Lord, for the glory of God. Is building a body in the earth today. Many things we heard in God's word. This is not just the story of Noah. We are living in these times before the flood. And how important it was for Noah to hear and obey. Not to reason,
not to counter God's word with his logic, but to believe what God said. And that God's sovereign hand will govern everything. Thank you, Jesus. Man who was created in his own image could not receive what God would say. But the creatures created out of the earth, they obeyed God, not the man who was created in God's image. And how true it is even today. And as Peter says, this world is kept for the judgment, where we live now. Let's not laugh at it. Let's not be jesters by our attitudes, mentality, and life. But let's be those who would move in fear and faith and remained within the ark. They didn't know how long. They were secure in God's will. They were brought in, and the same God will bring them out to inherit a new earth, a new heavens. What a wonderful thing. You are in the body. Yes. The storms, the insecurities of many things outside is happening, and some effect inside. And yet, secure and peaceful. The Lord sits on the floods. He is king forever over the floods. And the Lord will strengthen and give him peace. Oh, these are precious things for us in these last days as we live. May God prepare us to be a people for him in these last days. Thank you, Jesus. Saints, don't just leave this word. Meditate. It has the power. It has the power to change us. Thank you, Lord. I request Brother Sam to come forward. We thank thee, O Lord, for this wonderful way in which you ministered your word to encourage our hearts. Lord, you brought us in, and you kept us, and you are keeping us. We thank thee and praise thee and bless thee. Lord, what a word you shared to us to encourage our hearts. How long will we be in the ark? Lord, let no one ever ask this question. After you've spoken this word so clearly, we have an example before us. Lord, while we are in the ark, you are preparing us, preparing our hearts, preparing our lives for the day in which you would take us out. And Lord, we would enter into a new heaven and a new earth. We thank thee, Lord, while we are in the ark, while we are in the body, you are at work in our lives. You are working, Lord. You are preparing us. You are preparing our hearts. A new work you are doing each day. Lord, each week. Oh God, we see this precious work of grace.
Oh God, we pray that we may never, ever step out of the ark. For that is the place where you brought us in. You brought us in and you shut the door so that we may not go out, O God. O God, what a word, O God. When you brought us in, you have shut the door. Lord, let us not open it. For, O God, the floods will take over us, and we will drown in the waters. O God, we cannot afford to leave the ark. This is the place of our protection, covering, and all that you intend to do in our lives. We thank you, Lord, that you are at work in us. You are at work in us, Lord, while we are here in the ark. Oh God, you're changing us, transforming us, bringing us into the likeness, image and likeness of Christ. Oh, what a work, what a work. We give ourselves, Lord, to you, to your voice. We want to hear your voice more and more. And, oh God, we want to give in to your workings, that your Holy Spirit will take hold of every portion of our inner being and change us and transform us. We thank you, Lord, that you are doing this work. Oh God, we thank you. We thank you for every work of thy Holy Spirit in our lives. We thank you for the love that we see, Lord, towards us. That, oh God, in that while we were yet sinners, Christ died for us. He was resurrected. He has ascended, O God, and sits at the right hand of the Father. What a victorious, triumphant God we have. And Lord, we love you this morning, and O God, this afternoon, and we give ourselves to every word that you have spoken. Every word is spirit and life. O God, to receive thy word and to allow your word to work in us, in our hearts and lives, and to bring those changes, to bring us into that image and likeness of Christ, to bring us into that land that you have promised, to bring us into our inheritance, to bring us into our promise, the possessions that you have for us. We thank you, Lord. We praise thee. We bless thee. Oh, that new heaven and a new earth. That's what you have promised, O God. Even in the New Testament. And, O God, we see how your word synchronizes. What a beautiful example, Lord. Oh, we just give ourselves to your word. Change us, Lord. Transform us. Bring us into that eternal purpose which you have in your Son. Lord, we give ourselves. We thank thee and praise thee, bless thee, worship thee and give you thanks. In Jesus' most precious name. Amen. As we bring our tithes and offerings, let's turn to